والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ലൈംഗിക അരാജകത്വം എന്നതാണ് വിഷയം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്ത പ്രധാനപ്പെട്ട അവയവങ്ങൾ രണ്ടെണ്ണമാണ്. രണ്ട് അവയവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വർഗം. എന്ന് ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുൽത്താന്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും ഉറക്കെ സ്വലാത്ത് എണ്ണം, അത് വിട്ടുപോകുകയേ ചെയ്യരുത്. അത് സദസ്സിന്റെ ഒരു ബറക്കത്താണ്. അള്ളാഹു നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, മുസ്തഫ നബി പറയുകയാണ്, രണ്ട് പ്രധാനപ്പെട്ട അവയവങ്ങളിനോട് ബന്ധിക്കുന്നതാണ് സ്വർഗം. ഈ രണ്ട് താടിയലിന്റെ ഇടയിലുള്ള വസ്തുവിനെ കൊണ്ടും ഈ രണ്ട് തുടയസ്ഥികൾക്കിടയിലുള്ള വസ്തുവിനെ കൊണ്ടും മാന്യതയെ ചെയ്യൂ എന്നൊരാൾ എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ അവന് സ്വർഗത്തിന് കഫീലാകും, സ്പോൺസറാകും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനപ്പെട്ട റസൂലുള്ള സ്പോൺസർ ആവാം. റസൂലുള്ള ആ സ്പോൺസർഷിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഏറ്റെടുക്കുകയാണ്. നമ്മളിന് അവകാശം, നമ്മളിന് അർഹത റസൂലുള്ള വാങ്ങുകയാണ്. ഞാൻ അവന് രണ്ട് അവയവങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ള പ്രാഥമിക മര്യാദകൾ ഒരാൾക്കുണ്ടായാൽ, അടിസ്ഥാനപരമായ ഷഹാദത്ത് കലിമ, അടിസ്ഥാനപരമായ നിസ്കാരം, ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ പിന്നെ അയാൾ സൂക്ഷിക്കേണ്ട അവയവങ്ങൾ പ്രധാനമായി രണ്ടെണ്ണമാണ്. അതുണ്ടായാൽ ഞാൻ അവന് സ്വർഗം വാങ്ങിക്കൊടുക്കും എന്ന് സ്വഹീഹുൽ ബുഖാരി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, വിശ്വാസികളുടെ നിസ്കാരത്തിന്റെ പൂർണ്ണതയായിക്കൊണ്ട് സൂറത്തുൽ മുഅ്മിനൂനയുടെ 1-ാമത്തെ വചനം മുതൽ 7-ാമത്തെ വചനം വരെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. സൂറത്തുൽ മുഅ്മിനൂന എന്ന അധ്യായം തന്നെ അല്ലാഹു നൽകി. മുഅ്മിനീങ്ങളുടെ ഔസാഫുകളാണ്, ഗുണഗണങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. എന്താ അല്ലാഹു പറയുന്നത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ ജയിച്ചിട്ടുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങളിൽ അവർക്ക് ഭക്തി ഉണ്ടാകും എന്നതാണ് ഒന്നാമത്തെ അവരുടെ ഐഡന്റിറ്റി. അബദ്ധമാണ് ക്രിസ്ത്യാനി സമൂഹം പറയുന്ന ആ കാര്യം, ഭീമമായ അബദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? അതൊരു ദൈവിക നിയമമായി കൂടാ, ഒരിക്കലും ഒരു ദൈവിക നിയമമായി കൂടാ. ദൈവിക നിയമമാണ് ആകണമെങ്കിൽ മനുഷ്യാരോഗ്യത്തെ കൂടി എടുത്തു കളയാൻ ദൈവം തയ്യാറാകണം. അല്ലാത്ത കാലഘട്ടത്തോളം ഒരിക്കലും ഒരു ദൈവിക നിയമം ആവുകയില്ല. മനുഷ്യന് ശരീരപുഷ്ടി കൊടുത്തത് ആർക്കാണ്? അച്ഛനും അച്ഛനല്ലാത്തവനും ശരീരപുഷ്ടിയെ കൊടുക്കുന്നത് ദൈവമാണ്. ആ ശരീരപുഷ്ടിക്കനുസരിച്ച് ഓജസ് കൊടുക്കുന്നത് ദൈവമാണ്, ശക്തി കൊടുക്കുന്നത് ദൈവമാണ്, അതിനനുസരിച്ച് വൈകാരികമായ ബോധം കൊടുക്കുന്നത് ദൈവമാണ്, ഇടയ്ക്കിടെ വികാരങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ദൈവമാണ്. എല്ലാം കഴിഞ്ഞിട്ട് ദൈവം പറയുക, അതൊക്കെ തന്നിട്ട് ദൈവം പറയുക, ഇത് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തരുത്, ഇത് ഒരന്തല്ലാത്ത ദൈവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിന്റെ ദൈവമല്ല. ഒരിക്കലും ഒരാളെ മൂക്കിൽ ഒരാൾ ഇങ്ങനെ ചെറിയ ഒരു തൂവലിട്ടിട്ട് ഇങ്ങനെ പിടപ്പിക്കുക, എന്നിട്ട് ഇങ്ങനെ പിടപ്പിച്ചിട്ട് നിർബന്ധം പറയുക, ഒരിക്കലും നീയെ തുമ്മരുത്, ഇതൊരു വിട്ടിത്തരം പറ്റും. അപ്പൊ നോക്കൂ നിങ്ങൾ, വളരെ പ്രകൃതി വിരുദ്ധമായ ആശയമാണ് കാത്തലിക്സി പറഞ്ഞു നടക്കുന്നത്.
ഞാൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഇത്തരം വാദങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു മതമല്ല ഇസ്ലാമിന്റെ മതം. അതുകൊണ്ടാണ് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു തരം സന്യാസമാണോ എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി അടുത്ത ആവശ്യത്തെയും അനാവശ്യത്തെയും രണ്ടായത്തുകളിലായി ഊന്നി പറഞ്ഞിട്ടുള്ളത്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ എന്നാൽ ഇല്ലാ അലാ أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. ഒരിക്കലും വികാരത്തെ പൂർത്തീകരിക്കുക അതിന്റെ ഇച്ഛയിലും വിധത്തിലുമാണെങ്കിൽ ഒരു അനാവശ്യമായ കാര്യം അല്ല. തന്റെ ഭാര്യയുമായി, തന്റെ ഇണയുമായി, ഒരു പെണ്ണ് ഒരാണ് തന്റെ ഇണയുമായി തന്റെ വികാരം പൂർത്തീകരിക്കൽ ഒരിക്കലും കുറ്റകരമായ കാര്യമല്ല. പൗരാണിക കാലഘട്ടത്തിൽ ആ മനുഷ്യർ അതിനുവേണ്ടി ഭാര്യയെ പോലെ ഉപയോഗപ്പെടുത്തിയ അടിമകളുണ്ടായിരുന്നു. അത് ഒരു നിലക്ക് ഗുണകരമായും സമൂഹത്തിന് ഭവിച്ചിട്ടുണ്ട്. അതായിരിക്കാം എടുത്തു പറയാൻ കാരണം ഈ അടിമയുടെ ഉടമസ്ഥനിൽ ഈ അടിമ പെണ്ണിലൂടെ പിന്നീട് കുട്ടിയുണ്ടാകുന്നതോടുകൂടെ ഇവൾ സ്വതന്ത്ര സ്ത്രീയുടെ സ്ഥാനത്തേക്ക് വരും. മാത്രമല്ല ഇയാൾ മരിക്കുന്നതോടുകൂടെ പൂർണ്ണമായി ഈ പെണ്ണ് സ്വതന്ത്രയായി മാറും. ഇസ്ലാം അടിമത്തെ നിഷ്കാസനം ചെയ്ത കമ്മ്യൂണിസത്തെ പോലെയല്ല, സമ്പൂർണ്ണമായി അതിന്റെ വേരിനെ നശിപ്പിക്കുക എന്നതാണ് ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ കാതലായ ലക്ഷ്യം. അതുകൊണ്ടായിരിക്കാം ഒരിക്കലും വികാരം ഉപയോഗപ്പെടുത്തൽ തെറ്റല്ല. എന്തുകൊണ്ട്? അതെല്ലാം ദൈവികമാണ്. വികാരം തന്നവൻ ആരാണ്? ദൈവമാണ്. അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഒരു വിഭാഗം ആളുകൾക്ക് ദൈവം വികാരത്തെ എടുത്തു കളയുകയും അവരെ അച്ഛന്മാരാക്കുകയും വേണ്ടിയിരുന്നു. ഇത് ചെയ്യാത്തത് കൊണ്ട് പ്രകൃതി വിരുദ്ധമാണ് ഈ ആശയം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആക്ഷേപിക്കുകയല്ല, ചിന്തിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രകൃതിയുടറ്റമായ മതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ പ്രകൃതിയിലേക്കുള്ള വരദാനമാണ് ദീനുൽ ഇസ്ലാം. എന്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്? ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ നിന്നെ പടച്ച ശൈലിയിലും വിധത്തിലും നീ വളർന്നു വരുന്നതിനാണ്, പ്രകൃതിദത്തമായ നിന്റെ കഴിവിനെ നീ ഉപയോഗപ്പെടുത്തലിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിന്റെ 30-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, വിശ്വാസികൾ ചിന്തിക്കുക. അപ്പൊ ചുരുക്കത്തിൽ അതിന്റെ അനുപേക്ഷണീയമായ വശത്തെ പറഞ്ഞു, അത് അനഭിലഷണീയമായ കാര്യത്തെ ആദ്യം ഊന്നി പറഞ്ഞു, അതിൽ അഭിലഷണീയമായ കാര്യത്തെ ആദ്യം ഊന്നി പറഞ്ഞു. അതിൽ ചെയ്യാവുന്ന മാർഗങ്ങൾ, എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത മാർഗങ്ങൾ. അതിന്റെ പുറത്തേക്ക് തന്റെ വികാരം കൊണ്ട് ആരെങ്കിലും ചെന്നാൽ അവർ അക്രമികളാണ്, അതിരുവിട്ട് കടന്നവരാണ്. അത് മനുഷ്യന് ഭൂഷണമല്ല. ഒരിക്കലും ദൂരവ്യാപകമായ നാശം അതിന്റെ പിന്നിൽ ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനൂന 1 മുതൽ 7-ാമത്തെ വചനം വരെ സൂചിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ നാം പറഞ്ഞല്ലോ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ബ്രാഹ്മജന്യത്തെ ഊന്നി പറഞ്ഞിട്ടില്ല. മനുഷ്യന് വികാരം കൊടുത്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് അവന്റെ സീനത്താണ്, അലങ്കാരമാണ്. വികാരം പാടില്ലാത്ത ഒരു കാര്യമല്ല, അത് അലങ്കാരമാണ്. അത് ഭൂമിയുടെ അലങ്കാരമാണ് എന്നല്ല, മനുഷ്യർക്ക് അത് അലങ്കാരമാണ്. അങ്ങനെയാണ്, അതിനെ കെടുത്തിക്കളയാനല്ല പറഞ്ഞത്. എന്ന ഖുർആൻ പറഞ്ഞത് മനുഷ്യർക്കും അലങ്കാരമാണ് സ്ത്രീകളോടുള്ള അഭിനിവേശം, സ്ത്രീകൾക്ക് ഇണകളോടുള്ള അഭിനിവേശം. അത് പ്രപഞ്ചത്തിന്റെ തന്നെ അനിവാര്യതയാണ്. അഥവാ പരസ്പരമുള്ള ഈ ബന്ധത്തിൽ നിന്നാണ്, ഈ ഇണബന്ധത്തിൽ നിന്നാണ് അള്ളാഹു ഈ ലോകത്തെ മുഴുവനും സംവിധാനിച്ചിട്ടുള്ളത്. ഇണയല്ലാത്തവൻ ഒരുത്തൻ മാത്രമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനിണയെ വേണ്ട, മറ്റെല്ലാവർക്കും ഇണ വേണം. ഇണയുമായി ബന്ധപ്പെട്ടതാണ് പോസിറ്റീവ്, നെഗറ്റീവ്, സൗത്ത് പോള്, നോർത്ത് പോള്. ഇങ്ങനെ പ്രപഞ്ചത്തിലെ ആശയപരമായ ആർത്ഥികമായ കാര്യങ്ങളെ കൂടി, പദാർത്ഥങ്ങളെ മാത്രമല്ല ആർത്ഥികമായ ആശയങ്ങളെ കൂടി, കാര്യങ്ങളെ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളായി സംവിധാനിച്ചു എന്നത് പ്രപഞ്ചത്തിന്റെ അസ്തിത്വ ഘടനയിലേക്ക് മനുഷ്യന് സൂചന നൽകുന്നുണ്ട്. പക്ഷേ വളരെ ഉത്തരവാദിത്തപരം മാത്രമേ അത് നിർവഹിക്കാൻ പാടുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം അനവധി നിയമങ്ങളിലൂടെ ബ്രാഹ്മചര്യത്തെ അത് എതിർത്തതോടുകൂടെ തന്നെ അത് ഉപയോഗപ്പെടുത്തേണ്ട, വികാരം ഉപയോഗപ്പെടുത്തേണ്ട വിഷയങ്ങളെയും വിധങ്ങളെയും കുറിച്ച് വളരെ ഗഹനമായ നിയമങ്ങൾ ഉണ്ടാക്കി വളരെ ക്ലിപ്തമായ ഒരു റൂട്ടാണ് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം ഇത് സംബന്ധമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതിലേക്ക് വികാരങ്ങൾ മാത്രമല്ല,
വികാര പ്രകടനം മാത്രമല്ല, ആ വികാര പ്രകടനത്തിലേക്ക് ചേരുന്ന വഴികളെ കൂടി വിശുദ്ധ ഖുർആൻ അടക്കുകയുണ്ടായി, വിശുദ്ധ ദീൻ അടക്കുകയുണ്ടായി. അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രാഇന്റെ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം, സൂറത്തുൽ ഇസ്രാഇന്റെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത്, വികാരത്തിലേക്ക് ചേരുന്ന കാര്യങ്ങളെ മൊത്തം അടക്കുക, അതിലേക്ക് ചേരുന്ന കളികൾ, അതിലേക്ക് ചേരുന്ന ആഭാസകരമായ നൃത്തങ്ങൾ, അതിലേക്ക് ചേരുന്ന കവിതകൾ. ഉംറുൽ ഖൈസിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ നരകത്തിൽ അവന്റെ കൊടല് വലിച്ചു നടക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. ആരാണ് ഉംറുൽ ഖൈസ്? പൗരാണികമായ ആഭാസകരമായ സ്ത്രീബന്ധങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കവിത എഴുതിയ പൗരാണിക കവിയാണ്. അവന്റെ മോശപ്പെട്ട കവിതകളുടെ കാലഘട്ടത്തിലേക്കാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതന്ന് പവിത്രമായിരുന്നു. ആഭാസകരമായ ലൈംഗികത അക്കാലത്ത് പവിത്രമായിരുന്നു. പിന്നീടും പവിത്രത്തോടുകൂടെ മനുഷ്യർ അത് പുലർത്തിപ്പോകുന്ന സൊസൈറ്റികൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു എന്നത് വളരെ ദുഃഖകരമാണ്. ഞാൻ പവിത്രമാണ് എന്ന് പറയാൻ കാരണം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഖില്ലകളിൽ പോലും ഇങ്ങനെയുള്ള കവിതകൾ കെട്ടിത്തൂക്കിയിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കൈസിന്റെ കവിതകളാ. കൈസിനോട് ബന്ധപ്പെട്ട പെണ്ണുങ്ങളെ പറ്റിയ കവിസ് പറയുന്നത്. ഓരോ കാലത്തും ഞാൻ എന്നോട് കൂടെ കുളിക്കാൻ വേണ്ടി കുളക്കടവിലേക്ക് വന്ന ഞാൻ എന്റെ മത്തുയ്യത്തിനെ, ഞാൻ എന്റെ ഒട്ടകത്തിനെ എന്നോട് കൂടെ കുളിക്കാൻ വേണ്ടി വന്ന പെണ്ണുങ്ങൾക്ക് അറുത്തു കൊടുത്തു. അവര് ആ പെണ്ണുങ്ങൾ മുഴുവനും അതിന്റെ ചുട്ടെടുത്ത ഇറച്ചി കൊണ്ട് പരസ്പരം എറിഞ്ഞു കളിച്ചു എന്നൊക്കെയാണ് ഈ കൈസിന്റെ കവിതകളുടെ ഇതിവൃത്തം. അതുകൊണ്ട് തന്നെ ഇത് ലൈംഗികമായ ആഭാസമാണ്. എന്നാൽ ലൈംഗിക പ്രവർത്തനം വിശുദ്ധമാണ്, അതിന് കൂലിയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം, ഇസ്ലാമിന്റെ 2 തട്ട് മനസ്സിലാക്കണം, അത് വളരെ കാര്യമാണ്. ഒരിക്കലും ഒരു സ്വഹാബി ഹബീബായ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. അങ്ങനെ അയാൾ ഒരു കുറ്റം ചെയ്തിരുന്നു. ആ കുറ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി അതിനുള്ള പ്രായശ്ചിത്തം പറഞ്ഞു. അടിമയെ വിമോചിക്കാൻ പറഞ്ഞു. എനിക്കാവതില്ല, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞു. 60 ദിവസം നോമ്പ് നോക്കാൻ പറഞ്ഞു. അതിനും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുസ്തഫ നബി പറഞ്ഞത് 60 മിസ്കിന്മാർക്ക് നീ എന്ന് ഭക്ഷണം കൊടുക്കുക എന്ന. അപ്പോഴും പറഞ്ഞു, നബിയെ അതിനും എനിക്ക് കഴിവില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ നീ ഇവിടെ ഇരിക്കെ, ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് ദാനമായി കൊണ്ടുവന്നാൽ അത് ഞാൻ നിന്നെ ഏൽപ്പിക്കാം, എന്നിട്ട് അത് കൊണ്ടുപോയിട്ടെങ്കിലും ദാനം ചെയ്ത് നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു നബിയും അയാളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരല്പനേരം കഴിഞ്ഞപ്പോൾ ഒരാള് ഒരു സുറത്തെ, ഒരു കൊട്ട നിറയെ കാരക്കയുമായി വന്നു. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാരക്കക്കുട്ട നേരെ ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തു. അത് കൊണ്ടുപോയി നീ ദാനം ചെയ്യേ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹാബി ചോദിച്ചു, അല അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, ഞാൻ എന്നെക്കാളും ദരിദ്രനായ ആൾക്കല്ലയോ ദാനം ചെയ്യേണ്ടത്? അതെ, നീ നിന്നെക്കാളും ദരിദ്രൻ തന്നെ ദാനം ചെയ്യും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാബൈന ഹാദൈനി ലാബത്തൈനി അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, ഈ 2 മലയുടെ ഇടയിൽ എന്നെക്കാൾ ഒരു ദരിദ്രൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാ നീയും നിന്റെ കുടുംബം കൊണ്ടുപോയിട്ട് കഴിക്കുന്നു, എന്നാ നീ കൊണ്ടുപോയി തിന്നേന്ന്. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, നബിയെ സ്വന്തം കുടുംബത്തിന് കൊടുത്താൽ അതെങ്ങനെ സ്വതക്കയാകും എന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന്റെ തന്റെ ശഹ്വത്തോടു കൂടെ തന്റെ ഭാര്യയെ സമീപിക്കുന്നത് പോലും, വികാരം പൂർത്തീകരിക്കാൻ വേണ്ടി അവളോട് സംസർഗ പ്രവർത്തനം നടത്തുന്നത് പോലും സ്വതക്കയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വതക്ക എന്ന വാക്കാ പ്രയോഗിച്ചത്. സ്വതക്കയാണ്, അത് സ്വതക്കയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ ഇസ്ലാമിൽ വികാര പൂർത്തീകരണം അതിന്റെ വഴിക്കാണെങ്കിൽ അത് വളരെ പവിത്രമാണ്, അത് മ്ലേച്ഛമല്ല, അത് അബദ്ധമല്ല, ഒരിക്കലും അബദ്ധമല്ല. ഇസ്ലാം ഇങ്ങനെയുള്ള ഒരു സന്യാസത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം അല്ല. ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, എന്നാൽ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കഴിയുന്ന അത്ര ആളുകളൊക്കെ കല്യാണം കഴിക്കൂ എന്നു തന്നെയാണ്. തസവ്വജു ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ അതിന് വളരെ വ്യക്തമായ ഒരു മാനദണ്ഡം കാണിച്ചു.
ഈ മാനദണ്ഡങ്ങൾ മറികടന്ന് അബദ്ധങ്ങളാകുമ്പോൾ ആ അബദ്ധങ്ങൾ വന്നു ചേരാനുള്ള വഴികളെ കൂടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം എതിർത്ത് പരാജയപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് വേറെ കാണില്ല. സൂറത്തുൽ ഇസ്രാഇന്റെ 32-ാമത്തെ വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. നിങ്ങൾ സിന ചെയ്യരുത് എന്നല്ല പറഞ്ഞു. വലാ തഖറബുസ് സിനാ, വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്, അടുക്കരുത് എന്ന് പറഞ്ഞ വാക്കിന്റെ താല്പര്യം എന്താ? അഥവാ അതിലേക്ക് ചേരുന്ന എല്ലാ വഴികളെയും ഒഴിവാക്കണം. അതിലേക്ക് ഏതൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ വിഷയങ്ങൾ അതിലേക്ക് ചേർക്കുന്നതാണോ എങ്കിൽ ആ കാര്യങ്ങളെ മുഴുവനും വർജിക്കേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്. വലാ തഖറബുസ് സിനാ, വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വലിയ ഒരാശയമാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒരു കൊച്ചു ആയത്ത്, പക്ഷെ എന്തൊരു ഗഹനമാണ് ആയത്ത്. ഇന്നഹു കാന ഫാഹിശ, അത് മ്ലേച്ഛമാണ്, അത് മ്ലേച്ഛമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വസാഅ സബീലാ, അതിന്റെ വഴി വളരെ അപകടകരവുമാണ്, വളരെ മോശമാണ്, വളരെ ചീത്തയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മഹാനായ റാസി തങ്ങൾ പറയുന്നു, എന്തേ അള്ളാഹു ഇങ്ങനെ പറയാൻ കാരണം? ഇഖ്തിലാത്തുൽ ഇൻസാൻ വസ്തിബാഹുവ, ആണുങ്ങളും പെണ്ണുങ്ങളും ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടിച്ചേരുക എന്നുള്ളത് ഫലാ യഅരിഫുൽ ഇൻസാനു അന്നൽ വലദല്ലദി അതത് ബിഹി സാനിയ അഹുവ മിൻഹു ഔ ഹുവ മിൻ ഗൈരിഹി ഫലാ യഖൂമു ബിതർബിയതിഹി വലാ യസ്തമിറു ഫീ തഅഹുദിഹി വദാലിക യൂജിബു ളിയാഅൽ ഔലാദി വദാലിക യൂജിബു ഇൻഖിതാഅ അൻ-നസ്ലി വഖറാബൽ ആലം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്, ആണും പെണ്ണും ശർഈയായ നിക്കാഹ് എന്ന ബന്ധത്തിലൂടെ അല്ലാതെ ബന്ധപ്പെട്ടു പോയാൽ, ഇനി ഒരു പെണ്ണ് ഒരാൾ ബന്ധപ്പെട്ടു ഒരു കുഞ്ഞിനെ ആ പെണ്ണ് കൊണ്ടുവന്നാൽ തന്നെ ഈ ആൾക്ക് അറിയില്ല, ആർക്കും അറിയില്ല അഹുവ മിൻഹു ഔ ഹുവ മിൻ ഗൈരിഹി, ഈ കുട്ടി അവനിൽ നിന്നുള്ളതാണോ അല്ലേന്ന്. നോക്കൂ നിങ്ങൾ, നമുക്കറിയാമല്ലോ, ബന്ധപ്പെട്ടു എന്ന് സമ്മതിക്കുന്നവർ തന്നെ ഇന്ന് DNA ടെസ്റ്റ് നടത്തിയിട്ടും ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ DNA ടെസ്റ്റ് പോലും ഒരു യഖീനായ ഇൽമല്ല. ശാസ്ത്രത്തിലെ ഒരു സിദ്ധിയും യഖീനല്ല. ശാസ്ത്രം തന്നെ ശരിയുമല്ല, തെറ്റുമല്ല. ശാസ്ത്രം ശരിയാണോ? ശരിയല്ല. തെറ്റാണോ? തെറ്റല്ല. അത് മനുഷ്യന്റെ അന്വേഷണമാണ്. അതിനേക്കാൾ വലിയ ഒരു കാര്യം പറഞ്ഞാൽ അതായിരിക്കും ശരി. കോപ്പർനിക്കസ് പറഞ്ഞ ശരിയായിരുന്നോ? ആയിരുന്നു. തെറ്റായിരുന്നോ? ആയിരുന്നു. ഗലീലിയോ പറഞ്ഞ ശരിയായിരുന്നോ? ആയിരുന്നു. തെറ്റായിരുന്നോ? ആയിരുന്നു. ഐസക് ന്യൂട്ടൻ പറഞ്ഞ ശരിയായിരുന്നോ? ആയിരുന്നു. തെറ്റായിരുന്നോ? ആയിരുന്നു. പിന്നീട് കാൾ സാഗൻ പറഞ്ഞ ശരിയായിരുന്നോ? ആയിരുന്നു. തെറ്റായിരുന്നോ? ആയിരുന്നു. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്ന ആസ്ട്രോണമിയിൽ ലോകം കണ്ട പ്രഗത്ഭനായ ഇന്ന് ജീവിക്കുന്ന ജീനിയസായ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് ശരിയാണോ? അല്ല. തെറ്റാണോ? അല്ല. ഒന്നുമല്ല. അത് മനുഷ്യന്റെ അന്വേഷണം. DNA ടെസ്റ്റ് നടത്തിയാൽ തന്നെ അത് ശരിയാണോ? അല്ല. തെറ്റാണോ? അല്ല. ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, അതിനെ ആശ്രയിക്കാൻ പൂർണ്ണമായി കഴിയില്ല. അതൊക്കെ ലന്നിയാത്താണ്, അതൊക്കെ വിചാരഭാവങ്ങൾ മാത്രമാകുന്നു. ഉറപ്പിക്കുക ഒരു നിലക്കും സാധ്യമല്ല, ഏത് നിലയിലും. കാരണം ഖാലിഖ് അല്ലാഹുവാണ് ഖൽഖ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഉറപ്പിക്കുക മനുഷ്യർക്ക് സാധ്യമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ഭാര്യയും ഞാനും ഞാൻ സുന്ദരനായ വെളുത്തവനാണെന്ന് അങ്ങേക്കറിഞ്ഞുകൂടെ? എന്റെ ഭാര്യയും വളരെ സുന്ദരിയാണ്. എന്നാൽ ഇപ്പോൾ എനിക്കുണ്ടായ കുട്ടി കറുത്ത കുട്ടിയാണ്. എനിക്കതിൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു മാനസികമായ വിഷമുണ്ട്. എന്റെ ഭാര്യയും സുന്ദരിയാണ്, ഞാനും വെളുത്തവനാണ്, സുന്ദരനാണ്. അപ്പോൾ പിന്നെ ഈ കുട്ടി എന്റേതാണോ അല്ലേ എന്ന് എനിക്കൊരു മനസ്സിന് ഉറപ്പ് കിട്ടില്ല. മുസ്തഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്തിനാ നീ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? ഒരേ കളറിലുള്ള രണ്ടൊട്ടകങ്ങൾ ഇണ ചേർന്ന് മറ്റൊരു കളറിലുള്ള കുട്ടി ഉണ്ടാകുന്നത് നീ കാണുന്നില്ലേ? എന്തുകൊണ്ടെന്നാൽ ഇതൊക്കെ ഖൽഖ് ചെയ്യുന്നത് അല്ലാഹുവാണ്. അവൻ ഫഅലുൽ ലിമാ യുരീദാണ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅലുൽ ലിമാ യുരീദ്.
അവൻ എന്ത് ചെയ്താലും ചോദ്യമില്ലാത്തവനാണ്. അവൻ അലമുൽ അസ്ബാബാണ്. ഇത് കാര്യകാരണങ്ങളൊക്കെ പൂർണ്ണമായി അവൻ നൽകും. എന്നാൽ പോലും അത് പൂർണ്ണമായി എന്ന് പറയുക സാധ്യമല്ല. ശരിയുമാവാം അബദ്ധവുമാവാം. എന്നിട്ട് കൂടി മനുഷ്യനത് അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? അവൻ ഉറപ്പില്ല. ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ വളർത്താൻ അവൻ ഉദ്ദേശിക്കുകയില്ല. ഇങ്ങനെ നിരുത്തരവാദികളായ കുറെ കുട്ടികളെ സൃഷ്ടിക്കുക എന്നത് വ്യഭിചാരത്തിന്റെ ഏറ്റവും വലിയ കെടുതിയാണ്. അതുകൊണ്ട് വ്യഭിചരിച്ചാൽ പ്രശ്നം അപ്പോൾ തീർന്നില്ല. വളരെ ചിന്തിക്കണം. വ്യഭിചാരത്തിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് വലതുസിനയാണ്, വ്യഭിചാരത്തിലുണ്ടായ കുഞ്ഞാണ്. ഇനി അതിന്റെ അസിന് പോലും ശരിയല്ല. ഇനി അതിനൊരു കുട്ടിയുണ്ടായി, അതിന്റെയും അസില് വ്യഭിചാരമാണ്. കാരണം വാപ്പാന്റെ അസിന് വ്യഭിചാരമാണ്. പിന്നീട് അക്കുട്ടിക്ക് ഒരു കുട്ടിയുണ്ടായി, അതും അസിന് വ്യഭിചാരമാണ്. കാരണം ജദ്ദ് സിനയാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെ ഈ പരമ്പര നശിച്ചു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ നാശം വ്യഭിചാരത്തിലൂടെ ഉണ്ടാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യഭിചാരത്തിന്റെ കെടുതികളെ കുറിച്ച് പറയുന്ന ഹദീസുകൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പക്ഷെ ചിന്തിക്കുക, എല്ലാവരും ആലോചിക്കുക. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉത്തരവാദിത്തമില്ലാത്ത കുറെ കുട്ടികൾ ഉണ്ടാക്കുക, തറവാടുകൾ നശിച്ചു പോവുക, കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോവുക, ഈ ലോകം തന്നെ അതിന്റെ പൂർണ്ണമായ ശൈലി നശിച്ചു പോവുക. ഇതൊക്കെ വ്യഭിചാരത്തിന്റെ കെടുതികളാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ. നോക്കൂ നിങ്ങൾ, ലോകത്തെ ഏറ്റവും ആഗ്രഹിക്കപ്പെടുന്ന സാധനം പെണ്ണാണ്. പെണ്ണ് വ്യഭിചാരത്തിന് തയ്യാറായി കഴിഞ്ഞാൽ നാട്ടിൽ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകും. എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ ആരെന്ന് ചോദിച്ചാൽ ഇന്നും എന്നും എക്കാലത്തും നമുക്ക് പറയാനുള്ളത് ഷേക്സ്പിയർ. എന്താ ഷേക്സ്പിയറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടകമാണല്ലോ ക്ലിയോപാട്ര. എന്താ ഇതിന്റെ ഇതിവൃത്തം? ക്ലിയോപാട്ര, ജൂലിയസ് സീസർ, 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച സീസർ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിലെ സീസറുടെയും ക്ലിയോപാട്രയുടെയും കഥ പറയുകയാണ് ഈ ക്ലിയോപാട്ര എന്ന നാടകത്തിൽ ഷേക്സ്പിയർ ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാമല്ലോ, ഈ പെണ്ണിന് വേണ്ടിയായിരുന്നു സീസർ ഭരണകൂടം നിലനിന്നിരുന്നത്. അക്കാലഘട്ടത്തിലെ പണക്കാരുടെ വേശ്യയായിരുന്നു, അല്ല സീസറുടെ വേശ്യയായിരുന്നു ക്ലിയോപാട്ര. ബ്രൂട്ടസ് സീസറെ കൊലപ്പെടുത്തി. ഷേക്സ്പിയർ പറയുന്നു, ആർക്ക് വേണ്ടി? രാജ്യത്തിന് വേണ്ടിയൊന്നല്ല, രാജ്യക്കാരുടെ 2ാം ഉദ്ദേശമായിരുന്നു. 1ാം ഉദ്ദേശം അയാൾക്ക് തവിട്ട് നടത്തുകാരിയായ ഈ പെണ്ണായിരുന്നു. നെയിലിന്റെ പുത്രി എന്ന് എല്ലാ കാലഘട്ടത്തിലെയും കാൽപ്പനിക ചിന്തകന്മാർ പറഞ്ഞിട്ടുള്ള, സാഹിത്യ ചിന്തകന്മാർ പറഞ്ഞിട്ടുള്ള, നെയിലിന്റെ പുത്രി എന്ന് സാഹിത്യം വിശേഷിപ്പിച്ചിട്ടുള്ള ക്ലിയോപാട്ര എന്ന പെണ്ണിന് വേണ്ടിയാണ് ബ്രൂട്ടസ് ജൂലിയസ് സീസറെ കൊലപ്പെടുത്തിയത്. ശരി, എന്നിട്ട് എന്തു ചെയ്തു? സീസറെ കൊലപ്പെടുത്തി വേദിയിലേക്ക് സീസർ ഉണ്ടാക്കിയ അബദ്ധങ്ങളെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുകയാണ് ബ്രൂട്ടസ്. ആ വേദിയിലേക്ക് കയറി വരികയാണ് മാർക്ക് ആന്റണി ബ്രൂട്ടസിനെ കൊലപ്പെടുത്തുന്നു. ആർക്ക് വേണ്ടി? ക്ലിയോപാട്രക്ക് വേണ്ടി. എല്ലാം ക്ലിയോപാട്രക്ക് വേണ്ടി. എല്ലാം ആ ജൂലിയസ് സീസറുടെ കഥ തന്നെ, ക്ലിയോപാട്രയുടെ കഥ തന്നെ, ഒഥല്ലോ ആകട്ടെ, ക്ലിയോപാട്രയുടെ എഴുതിയ ഇതിവൃത്തമുള്ള ജൂലിയസ് സീസർ ആകട്ടെ, എല്ലാ ഷേക്സ്പിയൻ കഥകളുടെയും സീസർ സംബന്ധമായ കഥകളുടെ പൂർണ്ണമായ ഇതിവൃത്തം തന്നെ, അടിസ്ഥാന കാര്യം തന്നെ, എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ പെണ്ണിന് വേണ്ടിയാണ് കൊല നടത്തിയിട്ടുള്ളത്. വ്യഭിചാരം കൊലക്ക് കാരണമാകും. അതുകൊണ്ട് കൂടിയാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നു, ഇദാ ലം യൂജദ് സബബുൻ ശർഇയ്യുൻ ലിഅജലി يكون هذا الرجل أولى بهذه المرأة من غير لم يبقى في حول هذا ذلك الاختصاص إلا التواعد والتقاتل. ഒരു പെണ്ണിനെ, ഒരാൾക്കൊരു പെണ്ണ് ഒരു ഒരുങ്ങിയ പെണ്ണാണ് എങ്കിൽ അതുപോലെയുള്ള ആണുങ്ങൾക്ക് തോന്നും, എന്താ എനിക്ക് അവളെ പ്രാപിച്ചുകൂടെ, എനിക്കായിക്കൂടെ അവളെ, അപ്പൊ മറ്റൊരുത്തരും എനിക്കായിക്കൂടെ. പരസ്പരമുള്ള അവസാനം ചെന്നെത്തുക. അൽ ഹറജു വൽ മറജു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ ഐഡന്റിറ്റികളിൽ പറഞ്ഞത് യക്സുറുൽ ഹറജു, കൊലപാതകം അധികരിക്കുക എന്നുള്ളതാണ്. എക്കാലത്തും നടന്നിട്ടുള്ളതാണ്. എന്നും അന്താരാഷ്ട്ര കൊലപാതകങ്ങളുടെ പലപ്പോഴും ഇതിവൃത്തം പെണ്ണാണ് എന്നത് ഇന്നും നിഷേധിക്കാൻ കഴിയാത്ത അടിസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. മാത്രമല്ല നമുക്കറിയാമല്ലോ, ലോകത്തെ ഏറ്റവും ആദരിക്കപ്പെടേണ്ട ആളാണ് പെണ്ണ്.
ആ പെണ്ണ് അനാദരിക്കപ്പെടാൻ വ്യഭിചാരത്തിലൂടെ കാരണമാകും. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരിശുദ്ധ ദീൻ ഏറ്റവും വലിയ സ്ഥാനം നൽകിയ ഒരു പെണ്ണിനാണ്. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ സ്ഥാനമാണ് പെണ്ണിനുള്ളത്. ആ പെണ്ണിനെ അന്നൽ മർഅത ഇദാ ബാശറത്തി സിന, വ്യഭിചാരത്തോട് പെണ്ണ് ബന്ധപ്പെട്ടാൽ വതമറനത അലൈഹി യസ്തഖദിറുഹാ അലാ യസ്തഖദിറുഹാ, അവളെ മോശക്കാരിയായി കാണും. അലാ കുല്ലു തബഇൻ സലീമിൻ വകുല്ലു ഖാതിരിൻ മുസ്തഖീം, ഏതൊരു പ്രകൃതിയും ഏതൊരു മനസ്സും അവളെ ഒരു മോശക്കാരിയായി കാണും. വഹീനൈദിൻ ലാ തഹസുൽ മഹബ്ബത്തു വൽ ഇൽഫ, പെണ്ണിനോട് എല്ലാവരും കാണിക്കേണ്ടത് മാനസിക അനുകമ്പയാണ്. മാനസികമായ അനുകമ്പ അതുവഴി നഷ്ടപ്പെട്ടു പോകും. അധികരിച്ച ആളുകളുടെയും മാനസികമായ താല്പര്യം, മാനസികമായ ഒരു സ്നേഹം പെണ്ണുങ്ങളോട് എടുത്തു പോകാൻ അത് കാരണമാകും. ഇത് ആദരിക്കപ്പെടേണ്ട, ഇസ്ലാം വളരെയേറെ ആദരണത്തിന് നേതൃത്വം നൽകിയ പെണ്ണിനെ അനാദരിക്കലാണ് വ്യഭിചാരം, പെണ്ണിനുള്ള അനാദരവാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നു. മാത്രമല്ല, ഇതിൻ ഫതഹ ബാബു സിന ഫഹീന ഇതിൻ ലാ യബ്ഖാ ലിറജുലിൻ ഇഖ്തിസാസുൻ ബിംറാത്തിൻ വകുല്ലു റജുലിൻ യുംകിനുഹു തവാഉബു അലാ കുല്ലി ഇംറാത്തിൻ ശാഅത് വ അറാദത് വഹീന ഇതിൻ ലാ യബ്ഖാ ബൈന നൗഇൽ ഇൻസാനി വൽ ബഹാഇമി ഫർഖുൻ ഫീ ഹാദൽ ബാബി, മനുഷ്യനും മൃഗവും തമ്മിൽ അപ്പോൾ വ്യത്യാസമുണ്ടാവില്ല. വയജഅലുകും ഖുലഫാ അൽ അർദി, ഭൂമിയിലെ നേതാക്കന്മാരാണ് മനുഷ്യർ, അവരും മൃഗവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകണം. ഏറ്റവും വലിയ പരമ്പരയെ ഉൽപ്പാദിപ്പിക്കൽ അസിലാണല്ലോ. ആ അസിലിന്റെ കാര്യത്തിലുള്ള പരസ്പരമുള്ള വ്യത്യാസത്തെ എന്താണ് മൃഗങ്ങളുടെ വ്യത്യാസം? മൃഗങ്ങൾക്ക് കാളക്ക് ഇന്നൊരു വേളിയാണ്, നാളൊരു വേളിയാണ്, മറ്റന്നാൾ വേറൊരു വേളിയാണ് എന്ന് കവി ഒരിക്കൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാളയെ പോലെയാവും. കാളക്ക് ഇന്നൊരു കല്യാണം, നാളൊരു കല്യാണം, മറ്റന്നാൾ വേറൊരു കല്യാണം, എന്നും എന്നും കല്യാണമാണ് കാളക്ക്. ഇവനും കാളയായി മാറും, ഇവനും ഫഹലായി മാറും, ഇവനും ഒരു കൂറ്റനായി മാറും. അഥവാ മനുഷ്യന്റെ അടിസ്ഥാനപരമായ മനുഷ്യൻ നേതൃത്വമാണ് ലോകത്തിന്. അവന്റെ നെസ്ല് വളരെ ഉന്നതമാകണം. അള്ളാഹു മറ്റാരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു ജീവിയോടും പറഞ്ഞിട്ടില്ല. അള്ളാഹു തആല അവന് നൽകിയ നിഷ്കർഷതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് അവന്റെ പരമ്പരയെ ശുദ്ധമാക്കി അവൻ നിലനിർത്തുക എന്ന കാര്യം. ആ പരമ്പരയെ ശുദ്ധമാക്കി നിലനിർത്തണമെങ്കിൽ ഒരു കാരണവശാലും അവന് ഈ പ്രവർത്തനം ചെയ്തുകൂടാ. അവന്റെ പരമ്പര തകരുമെന്ന് മാത്രമല്ല, മൃഗവും അവനും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം പോലും നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല, മനുഷ്യർക്കിടയിലുള്ള ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ക്രമം പെണ്ണാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഗ്രഹഭരണങ്ങൾ ഇതൊക്കെ പെണ്ണാണ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ കാര്യം, വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പെണ്ണാണ്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ട നബിയെ, ഏറ്റവും നല്ല പെണ്ണ് ആരാണ്? ഫഖാല റസൂലുള്ളാഹി, അതാണ് റസൂൽ പറഞ്ഞു, 3 ഗുണങ്ങളുള്ള പെണ്ണ് ഏറ്റവും നല്ല പെണ്ണാണ്. ഏതാ 3 ഗുണങ്ങൾ? ഒന്ന്, ഇദാ നളർതഹാ സറത്തുക, ഇദാ നളർതഹാ സറത്തുക, നീ അവളെ നോക്കിയാൽ നിന്നെ അവൾ സന്തോഷിപ്പിക്കും, നാട്ടുകാരെ നോക്കിയാൽ സന്തോഷിപ്പിക്കൂല. ഇതന്നെയാണ് അതിന്റെ അർത്ഥം. സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു പെണ്ണുണ്ട്, എന്താ കുഴപ്പമെന്നറിയോ? ഒരു ലാമിസിനെ ആര് കൈ തൊട്ടാലും ഓള് വിലങ്ങൂല എന്ന് പറഞ്ഞു. ഇതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിച്ചിട്ടാളാണ്, അതാണ് കഴിച്ചിട്ടാളാ, അത് നല്ലതല്ല എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതന്നെ, നാട്ടുകാര് ചിരിച്ചാൽ അവള് ചിരിക്കൂല. ഇതാ നളർതഹ, ഇതാ നളർതഹ, നീ അവളോട് ഇരിക്കാം, നീ എന്നെ നാട്ടുകാരോട് മൊത്തത്തിൽ ചിരിക്കണില്ല. ഇതാ നളർതഹ, നീ അവളോട് ചിരിക്ക, അവൾ നിന്നെ അങ്ങോട്ട് സന്തോഷിപ്പിക്കാം. അങ്ങനെയാ. ഇതാ നളർതഹ, ആ പെണ്ണിനോട് നീ ചിരിച്ചാൽ സറത്തുക, ആ പെണ്ണ് നിന്നെ സന്തോഷിപ്പിക്കും. വഇദാ അമർതഹ അത്വഅതുക, നീ അവളോട് എന്ത് കൽപ്പിച്ചാലും അവളത് അംഗീകരിക്കും. എന്ത് കൽപ്പിച്ചാലും അംഗീകരിക്കും. പിന്നീട് അതിന്റെ ബുദ്ധിമുട്ടുകൾ അവൾ പറഞ്ഞു തരും, എങ്കിലും അംഗീകരിക്കും. നാളെ രാവിലെ ഹിമാലയ പർവ്വതം കോഴിക്കോട് എത്താന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാലോ എന്ന് പറയണം. അതാണ് നല്ല പെണ്ണ്. എന്നാൽ അതവൾ കൊണ്ടുവരുന്നില്ല, എങ്കിലും അത് അവർക്ക് കഴിയില്ലല്ലോ. അതിന്റെ അർത്ഥം ബുദ്ധിമുട്ടുള്ള പണിയെ അവളെ ഏൽപ്പിക്കണം എന്നല്ല, അനുസരണയാണ് പെണ്ണിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി
ആയിഷ ബിവിയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹ, ലാ തനാമി ഹത്താ തഖ്തിമിൽ ഖുർആൻ, ഖുർആൻ ഖത്തം തീർക്കാതെ ഉറങ്ങാൻ പാടില്ല. അപ്പൊ ആയിഷ ബിവി ഒന്നും മിണ്ടിയില്ല. അപ്പൊ തൽക്കാലം കുറച്ചതിന്റെ പുസ്തകമായ നബിയോട് പറഞ്ഞു, നബിയെ അമർത്തനി ബിമാലാവുത്തേക്കു, കഴിയാത്ത കാര്യമാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞത്. അങ്ങനെ അന്ന് ഖുർആൻ ഖത്തം തീർക്കുകയാണെങ്കിൽ അന്ന് ഉറങ്ങാൻ കഴിയുമോ? ഫഖാല റസൂലുള്ളാഹി, മൈക്ക് കൊച്ച പോരട്ടോ, ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഖ്റാഇ സൂറത്തുൽ ഇഖ്ലാസ് സലാസ മററാത്തിൻ, 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ മതി. ഫഇന്നഹാ സുലുസുൽ ഖുർആൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആന്റെ 1/3 ഖുൽ ഹുവല്ലാഹു അഹദ്. അത് 3 വട്ടം ഓതിയാൽ ഒരു തവണ ഖുർആൻ ഓതിയത് പോലെയാണ്. വളരെ ശ്രദ്ധിക്കണം, ആലോചിക്കണം. എങ്കിലും അനുസരിച്ചു. ഇതാണ് അനുസരണ പെണ്ണിന്റെ അടിസ്ഥാനമാണ്. പെണ്ണിനോട് അർഹതയില്ലാത്തത് കൽപ്പിക്കാൻ പാടില്ല. അത് വലിയ ഭീമമായ തെറ്റാണ്. അവർ അല്ലാഹുവിങ്കിൽ ശിക്ഷിക്കപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ അനുസരണ ബോധമാണ്. മര്യാദക്ക് നടത്തിപ്പോകൽ. ഗ്രഹനാഥനാണ്, സൂപ്രണ്ടാണ് പുരുഷൻ, അവൻ പറഞ്ഞ് അനുസരിക്കണം. ഒരു ഓഫീസിൽ ഒരാൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിച്ചിരിക്കണം. അപ്പോഴേ അതിന്റെ സുഗമമായ നടത്തിപ്പോക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ നിലവാരമാണ് ആ പറയുന്നത്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ 3-ാമത്തെ കാര്യം എന്താ പറഞ്ഞത്? വൈദാ ഗിബ്ത അൻഹാ, നീ അവരുടെ അരികിൽ നിന്ന് പോന്നാൽ തഹഫദു നഫ്സക നഫ്സഹാ വമാലക, തഹഫദു നഫ്സഹാ വമാലക. വൈദാ ഗിബ്ത അൻഹാ, നീ അവളിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ തഹഫദു, അവൾ സംരക്ഷിക്കും, നഫ്സഹ, അവളുടെ ശരീരത്തെയും, വമാലക, നിന്റെ ധനത്തെയും അവൾ സംരക്ഷിക്കും. അപ്പൊ വീട്ടിലെ സുഗമമായ എല്ലാ കാര്യത്തിന്റെയും വഴിവഴിക്കുള്ള കുടുംബ വ്യവസ്ഥയുടെ നടത്തിപ്പോക്ക് വിശ്വസ്തതയായ ഒരു പെണ്ണുണ്ടാകാൻ, ഈ കുടുംബ വ്യവസ്ഥ മൊത്തത്തിൽ എല്ലാ ഗ്രാമങ്ങളിലെയും സമാധാന അന്തരീക്ഷം തകരാൻ ഇത് കാരണമാകും എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല നോക്കൂ, വേറെയും ചില ബുദ്ധിമുട്ടുകളുണ്ട്. മനുഷ്യരെ വൈവാഹികമായ സമ്പർക്കം എന്ന് പറയുന്നത് വളരെ ഗോപ്യമാക്കി നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ ഗോപ്യമായി നിൽക്കുന്ന വൈവാഹിക പ്രവർത്തന ബന്ധങ്ങളിലാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പ്. ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യൻ വളരെ ഗോപ്യമായി ചെയ്യുന്നത് കൊണ്ടാണ്. വളരെ രഹസ്യമായിട്ട് ബാപ്പയും മകനും ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ മനുഷ്യൻ മറച്ചു ചെയ്യേണ്ടതാണ്. വ്യഭിചാരം അധികരിക്കുന്നതോടുകൂടെ മറച്ചു ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്യമാകും, പ്രപഞ്ചഘടന താറുമാറാകും. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അന്നൽ വത്അ യൂജിബു ദില്ല ശരീര والدليل عليه أن أعظم أنواع الشتم عند الناس ذكر ألفاظ الوقاع ولولا أن الوطأ يوجب الذلة وإلا لما كان الأمر كذلك وأيضا فإن جميع العقلاء لا يقدمون على الوطأ إلا في المواضع المستترة. മനുഷ്യർ ഗോപ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. എന്നാൽ വ്യഭിചാരം അധികരിക്കുന്നതോടുകൂടെ ഗോപ്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരസ്യമായി തീരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഹത്താ യതഫാസദൻ നാസു തഫാസുദൽ ഹുമുരി ഫിത്തുറുഖി വൽ അസ്വാഖ് എന്നാണ്. കഴുതകൾ മേൽക്കേറും പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും ചന്തയിലും വഴികളിലും മേൽക്കേറിയിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രപഞ്ചഘടന നശിച്ചു, അതാണ് ലോകം നശിക്കാൻ കാരണമാവുക. വ്യഭിചാരം ലോകം നശിക്കാൻ കാരണമാണ്. അതുകൊണ്ടുകൂടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഹത്താ يتفاسد الناس تفاسد الحمر في الطرق والأسواق. മനുഷ്യരെ ആണും പെണ്ണും കാലികൾ കഴുതകൾ, ഹുമുർ എന്നാ പറഞ്ഞ കഴുതകൾ മേൽക്കേറും പോലെ ഫിത്തുറുഖി, വഴികളിലും വൽ അസ്വാഖി, അങ്ങാടികളിലും ആണും പെണ്ണും മേൽക്കാറാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അങ്ങേറ്റുള്ള പോക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങോട്ടാണ് ഈ പോകുന്നത്. വളരെ ഗൗരവത്തോടെ ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഘടന നിലനിർത്തണമെങ്കിൽ വളരെ അത്യാവശ്യമായ കാര്യം വ്യഭിചാരത്തിന് ലൈസൻസ് കൊടുക്കുകയല്ല, അത് ആഘോഷിക്കുകയല്ല, അതിനെ നിഷ്കാസനം ചെയ്യുകയാണ്.
ഇന്ന് വ്യഭിചാരത്തെ ആഘോഷിക്കുകയാണ് മനുഷ്യൻ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അത് ആഘോഷമാക്കി മാറ്റുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മീഡിയ, ഒരു പത്രത്തിന്, ഒരു ചാനലിന് ഒരു വ്യഭിചാരം കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആഘോഷമാണ്. ഒരു വ്യഭിചാരമോ ഒരു വ്യഭിചാര ആരോപണമോ ഒക്കെ നടത്തുക ഒരു വലിയ ആഘോഷം പോലെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രപഞ്ച ഘടനയെ താറുമാറാക്കും. ഗോപ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളെ ഗോപ്യമാക്കി വെച്ചില്ല എങ്കിൽ അതിലൂടെ പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ താറുമാറായി പോകും എന്ന് ഹബീബായ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ വ്യഭിചാരത്തെ അടുക്കരുത് എന്ന് പറയുക മാത്രമല്ല, അതിലേക്ക് കൂട്ടുന്ന എല്ലാ കാര്യങ്ങളെയും വർജിക്കാൻ വിശുദ്ധ ദീൻ കൽപ്പിച്ചു. സൂറത്തുൻ നൂറിന്റെ 30-31 വചനങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمورهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. الله عليه. സൂറത്ത് നൂറിന്റെ വളരെ പ്രധാനപ്പെട്ട 30-31 വചനങ്ങൾ. അല്ലാഹു പറയുന്നു, വ്യഭിചാരത്തെ ഒഴിവാക്കാനല്ല പറഞ്ഞത്. ഇന്ന് അടിസ്ഥാനപരമായി ഈ വ്യഭിചാരത്തിന്റെ കെടുതികളൊക്കെ ഉണ്ടാകാൻ കാരണം വ്യഭിചാരത്തിന്റെ അസ്തിത്വത്തെ നശിപ്പിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ ക്യാൻസറിന് എന്തെങ്കിലും മരുന്ന് പുരട്ടും പോലെ കേവലം അടിസ്ഥാനത്തെ നശിപ്പിക്കാതെ ഒരാൾക്ക് ഒന്നാകെ കുഷ്ഠമുണ്ടായി, ആ കുഷ്ഠത്തിന്റെ മുകളിൽ അയാൾ ഒരു ചെറിയ ഓയിൽമെന്റ് വാങ്ങിയിട്ട് ഒന്ന് പുരട്ടും പോലെയാണ് ഇന്ന് ഈ വ്യഭിചാരത്തിന്റെ അവസാനത്തെ വ്യഭിചാരമുണ്ടാകുന്ന തെമ്മാടിത്തരമുണ്ടാകുന്ന അതിന്റെ അവസാനത്തെ കാര്യത്തെ മാത്രമാണ് ഇന്ന് സർക്കാരുകളും നിയമപാലകന്മാരും തൊട്ടറിയുന്നത്. അവർ പോലും പലപ്പോഴും അതിന്റെ ആളുകളാണ്. നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സത്യദീൻ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. വ്യഭിചരിക്കരുത് എന്ന് പറയുകയല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ മർമ്മങ്ങളെയും അടക്കാൻ ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ വളരെ ഗഹനമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? ഖുല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് അങ്ങ് പ്രഖ്യാപിക്കണം, അങ്ങ് പറയണം. ഖുൽ പറയുന്ന കാര്യങ്ങൾക്ക് തന്നെ വലിയ ആയത്തിന്റെ പ്രാധാന്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ആയത്തുകളിൽ മാത്രമേ ഖുൽ എന്ന് പറയാറുള്ളൂ. ഖുല്ലിൽ മുഅ്മിനീന, അതായത് പരസ്യമാക്കേണ്ട കാര്യമാണ്, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. ഒരാൾ പോലും ഉമ്മത്തിൽ ഈ വിഷയം ചെവിയിൽ അറിയാത്ത ഒരാൾ ഉണ്ടാകരുത്. അങ്ങനെയാ പറഞ്ഞത്, അല്ലാതെ യാ അയ്യുഹല്ലദീന ആമനു യഗ്ളു എന്നല്ല പറഞ്ഞത്. ഖുൽ നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തൗഹീദ, ഇതെല്ലാവരും അറിയേണ്ട കാര്യമാണ്, ഇത് പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആ സൂറത്തിന്റെ തുടക്കത്തിൽ ഖുൽ കാണുന്നത്. പിശാചിനോടുള്ള സമരം എല്ലാവരും അറിയേണ്ടതാ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. തബ്ബത്, അറിഞ്ഞാലും വേണ്ടില്ല അറിഞ്ഞാലും വേണ്ടില്ല, വൈയക്തികമായ ഒരു ചർച്ചയാ. നേരെ മറിച്ച് കാഫിറൂന എല്ലാവരും അറിയേണ്ടതാ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. എല്ലാവരും വ്യക്തിപരമായി ഗോപ്യമാക്കേണ്ട കാര്യമല്ല, എല്ലാവരും അറിയേണ്ട കാര്യങ്ങളിലാണ് പരസ്യമാക്കേണ്ട. സൊസൈറ്റിയിൽ ഒരാൾ പോലും ഇതറിയാതെ ആയാൽ അയാളെ കൊണ്ട് നാശങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഖുൽ 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 ഖുല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് നിങ്ങൾ പറയണം, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികളെ അവർ താഴ്ത്തി വെക്കണമെന്ന്. തങ്ങളുടെ ദൃഷ്ടികളെ
അടക്കണമെന്ന് താഴ്ത്തണമെന്ന് മുഅ്മിനീങ്ങളായ ആണുങ്ങളോട് കൽപ്പിക്കുക. അതുവഴിയായി അവരെ ഗുഹ്യസ്ഥാനത്തെ അവരെ സംരക്ഷിക്കണമെന്ന്. കണ്ണിനെ താഴ്ത്തുക, ഗുഹ്യസ്ഥാനത്തെ അടക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഇതടക്കാതെ വ്യഭിചാരത്തെ നിഷ്കാസനം ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സത്യദീൻ വിശുദ്ധ ഖുർആൻ ഊന്നി പറഞ്ഞ വളരെ കനപ്പെട്ട ഈ ആശയത്തെ ഒഴിവാക്കിയാൽ ഒരിക്കലും ഈ വ്യഭിചാരത്തെ അടക്കുക സാധ്യമല്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹുവിന് അറിയാം. അതാണ് അവർക്ക് ഏറ്റവും ഉത്തമമായത്, ശുദ്ധം വരുത്തുന്ന കാര്യം. ശുദ്ധം വരുത്തുന്ന എന്ന അർത്ഥത്തിൽ നിന്നുള്ള അസ്ക, അവരെ പരിപൂർണമായി ശുദ്ധമാക്കുക, അവർക്ക് പുരോഗതി നൽകുക. സക്കിയത്ത് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ശുദ്ധത, ഒന്ന് പുരോഗതി. രണ്ടർത്ഥമുണ്ട്. സക്കിയത്ത് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ശുദ്ധത, രണ്ട് പുരോഗതി. രണ്ടർത്ഥത്തിലും വിശുദ്ധ ഖുർആനിൽ സക്കിയത്തിനെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. മറ്റൊരായത്തിൽ കാണാം قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. മനുഷ്യന്റെ ശുദ്ധത, പുരോഗതി. ശുദ്ധി ഉണ്ടായാൽ പുരോഗതി ഉണ്ടാവും. ശുദ്ധതക്കും പുരോഗതിക്കും മനുഷ്യന് മാനുഷികമായ പുരോഗതി ഉണ്ടായാൽ പത്രങ്ങളിൽ വ്യഭിചാരോപണങ്ങൾ അടിച്ചുവിടുകയല്ല വേണ്ടത്. സർക്കാർ ചെയ്യേണ്ടത്, നിയമപാലകർ ചെയ്യേണ്ടത് അതിന്റെ വഴികളെ അടക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അടുത്ത ആയത്തിൽ പിന്നെയും പറഞ്ഞു, وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. الله പറയാം وقل للمؤمنات വീണ്ടും പറഞ്ഞു എന്റെ قل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. അവരെ കണ്ണിനെ മൂടണം, താഴ്ത്തണം. അവരെ കണ്ണിനെ അവർക്ക് മൂടാൻ കഴിയണം. കണ്ണിനെ മൂടാൻ കഴിയില്ലെങ്കിൽ ഗുഹ്യസ്ഥാനത്തെ ഒരിക്കലും മൂടുക സാധ്യമല്ല. അത് അടിസ്ഥാനമാണ്. ഇബ്ലീസിന്റെ അമ്പുകളിൽ പ്രധാനപ്പെട്ട അമ്പ് കണ്ണിലൂടെയാണ് വരികയും പോവുകയും ചെയ്യുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണിനെ ശരിയാക്കണം. പെണ്ണുങ്ങൾ പ്രത്യക്ഷമാക്കരുത്, വെളിവാക്കരുത്. സീനത്തഹുന്ന, അവരുടെ അഴകിനെ അത് ഏറ്റവും പ്രത്യക്ഷമായി അവരെത്ര സൂക്ഷിച്ചിട്ടും വെളിവാകുന്ന കാര്യങ്ങൾ. അതിലൂടെ പെണ്ണ് മൊത്തം ഒരു മൂടുപണം അണിഞ്ഞാൽ തന്നെ പെണ്ണ് അവളെ നടത്തങ്ങൾ പോക്ക് ഒരു പ്രത്യേകമായ ഭംഗിയാണ്. അപ്പൊ ഒരു നിലക്കും അവൾക്ക് സൂക്ഷിക്കാൻ കഴിയാത്ത ഭാഗങ്ങളല്ലാത്തത് മുഴുവനും അവൾ പരിപൂർണമായി ശ്രദ്ധിക്കേണ്ടതാണ്. അവൾ അവളുടെ ഭംഗിയെ വെളിവാക്കേണ്ടത് ഭർത്താക്കന്മാർക്കാണ് ആദ്യമായി. ഇവിടെ ആദ്യം ഭർത്താവിനെ പറയാൻ കാരണം ഭർത്താവിന് കാണാം, ബാപ്പയെ പറയുന്നുണ്ട്. പക്ഷേ ഭർത്താവ് കാണേണ്ട സീനത്ത് പലപ്പോഴും ബാപ്പ കാണാൻ പാടില്ല, മക്കൾ കാണാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, വാപ്പയാണല്ലോ പറയേണ്ടത്, ഉമ്മയാണല്ലോ പറയേണ്ടത്, മക്കളെയാണല്ലോ പറയേണ്ടത്. കാരണം ഇയാളുടെ ബന്ധം മൊഴി ചൊല്ലിയാൽ ഒഴിവാകുന്നതാണ്. എങ്കിലും ഇയാളെയാ പറഞ്ഞത്. എന്തുകൊണ്ട്? അവളെ സീനത്തായി കാണാവുന്ന ആൾ അവളുടെ ഭർത്താവാണ്. വളരെ ചിന്തിക്കണം. ഭർത്താവിന് തന്നെ മൊത്തം കാണാം. എങ്കിൽ പോലും അവിടെയൊക്കെ ശർഈയായ മാന്യതകൾ ശർഈ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെയും മാന്യതയുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ റഅയ്തു മിൻഹു വലാ റഅ മിന്നി എന്ന്. മാ റഅയ്തു മിൻഹു, എന്നിൽ നിന്ന് നബിയും കണ്ടിട്ടില്ല, വലാ റഅ മിന്നി, നബിയിൽ നിന്ന് ഞാനും കണ്ടിട്ടില്ല എന്ന്. ഒരു നിർദ്ദിഷ്ട അവയവത്തെ കുറിച്ചാണ് സൂചന. ഒരു നിർദ്ദിഷ്ട അവയവം, അഥവാ വളരെ ചിന്തിക്കേണ്ടതാണത്. പെണ്ണിൽ ഭാര്യയാണെങ്കിൽ പോലും അവിടെയും പരിധിയുണ്ട്, വളരെ ശക്തമായ പരിധിയുണ്ട്. എന്നാൽ കാണാവുന്നതാണ്.
എന്തും കാണാവുന്നതാണ്. എങ്കിലും ഒരു മാന്യതയുടെ പരിധി എവിടെയും ശറഅ് പറഞ്ഞു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം അടക്കം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മാർ ഐതു മിൻഹു, ഞാൻ നബിയുടേത് കണ്ടിട്ടില്ല, നബിയിൽ നിന്ന് കണ്ടിട്ടില്ല, വലാ റഅ മിന്നി, എന്നിൽ നിന്ന് നബിയും കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അപ്പൊ ഇത് തന്നെ ഭർത്താവിന് കാണാവുന്നതാണ്, ഭാര്യയ്ക്ക് ഇങ്ങോട്ടും കാണാവുന്നതാണ്, എങ്കിലും അവിടെ മാന്യതയുണ്ട്. പാപ്പാക്കും കാണാൻ പരിധിയുണ്ട്. അവളുടെ ഭർത്താവിന്റെ വാപ്പമാർക്ക് കാണാം, കാരണം അവൾ തൊട്ടാൽ പോലും ഒതുമുറിയാത്ത ബന്ധമാണ്. ബാപ്പയും അമോശാക്കയും മരുമകളും തമ്മിലുള്ള ബന്ധം മക്കളും തമ്മിലുള്ള വാപ്പയും തമ്മിലുള്ള ബന്ധമാണ്. വളരെ പ്രൗഢമാണ്, വളരെ വലിയ ബന്ധമാണ്. അമോശാക്ക മരുമോനിൽ ഫാഹിഷത്തിനെ ഉദ്ദേശിക്കുക എന്നത് ഏറ്റവും വലിയ നാശമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതൊരാൾ തന്റെ ഉമ്മയിൽ ഫാഹിഷത്ത് ഉദ്ദേശിക്കും പോലെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്നതൊക്കെ ഗൾഫിലൂടെ, ഗൾഫ് വന്നപ്പോൾ കുടുംബത്തിന്റെ ശുദ്ധി നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇതൊക്കെ ഇന്ന് ലോകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില വാർത്തകളാണ് നമ്മുടെ ചെവിയിലൂടെ അത് കേൾക്കാനാകാ. തിന്മകൾ ചുറ്റും നിന്നു തിമർക്കെ കണ്ണടയാത്തൊരു ദീർഘായുസ്സും ദീപ്ത മനസ്സും സ്നേഹവും ഒക്കെ നമുക്കൊരു ശാപം എന്നൊരിക്കൽ ഉള്ളൂർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിപ്പോവാൻ, ചിലപ്പോൾ ഈ ചെവി വേണ്ടില്ലായിരുന്നു തോന്നിപ്പോകും. ഇങ്ങനെയുള്ള ചില വാർത്തകളാണ് പലപ്പോഴും കേൾക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതൊക്കെ ഇവിടെ നടക്കും. വഴികളിലും അങ്ങാടികളിലും കഴുത പ്രവർത്തനം നടത്താതെ ഖിയാമം ഉണ്ടാവുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ഔ അബിനായിന്ന, മക്കൾക്ക് കാണാം, അവിടെയും പരിധിയുണ്ട്. ഔ അബിനാഇ ബുഊലത്തിന്ന, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന്റെ മക്കൾ, തന്റെ മക്കളല്ല ഭർത്താവിന്റെ മക്കൾ, അതും മക്കളുടെ സ്ഥാനത്തു തന്നെയാണ്. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളാണ്, കാണാവുന്നതാണ്. പ്രത്യക്ഷമായ അവയവങ്ങൾ കാണാവുന്ന, അതിന്റെയൊക്കെ വിശദീകരണങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. കാണാവുന്ന അവയവങ്ങളുടെ കാണാം. ഉമ്മാന്റെ അവയവങ്ങൾ കാണാം. എന്ത് കാണാം? ഉമ്മാമിന്റെ അവയവം മകൻ കാണുന്നതിൽ പരിധിയുണ്ട്. നിർദ്ദിഷ്ടമായ അവയവങ്ങൾ കാണാം, നിർദ്ദിഷ്ടമായ അവയവങ്ങൾ കാണാം. അഥവാ പ്രത്യക്ഷമായ, എപ്പോഴും ബന്ധങ്ങളിലും വീട്ടിലെ ജോലികളിലും പ്രത്യക്ഷങ്ങളിലും ഒക്കെ സാധാരണയായി പ്രത്യക്ഷമാകുന്ന അവയവങ്ങളൊക്കെ കാണാം. അതിനപ്പുറം കാണാൻ മക്കൾക്കും അനുവാദമില്ല. വളരെ ശക്തമായി ഇത് താക്കീത് ചെയ്തിട്ടുണ്ട്. ഔ ഇഖ്വാനിന്ന, സഹോദരന്മാർക്ക് അല്ലാതെ പ്രത്യക്ഷമാക്കരുത്. ഔ ബനി ഇഖ്വാനിന്ന, അല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കൾക്ക്. അതേപോലെ ഔ ബനി അഖ്വാതിന്ന, സഹോദരിമാരുടെ മക്കൾക്കും. ഔ നിസാഇന്ന, അല്ലെങ്കിൽ അവരെ പോലെയുള്ള പെണ്ണുങ്ങൾ. ശ്രദ്ധിക്ക, അവരെ പോലെയുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ കളിരൂർ കേസിൽ ഒരുത്തിയുണ്ടല്ലോ റിമാൻഡില്, അവളെ പോലെയുള്ള പെണ്ണുങ്ങൾ കണ്ടുകൂടാ. എന്തുകൊണ്ട്? നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും അവളെ പോലെയല്ല, അവൾ മോശക്കാരിയാണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ കണ്ടുകൂടാ. എന്തുകൊണ്ടെന്നാൽ അത് കാണുക വഴി ഇതിലൂടെ വ്യഭിചാരത്തിനുള്ള പ്രേരണ സ്വാഭാവികമായി ഉണ്ടാവും. അതാണല്ലോ ഉണ്ടായത്. ഞാൻ വിശദീകരിക്കുന്നില്ല. വളരെ സദസ്സിന്റെ മാന്യതയും പവിത്രതയും പൂർണ്ണമായി സൂക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ പോലും കണ്ടുകൂടാ. അവൾക്ക് അവളെ പോലെയുള്ള പെണ്ണുങ്ങൾ, അവളുടെ അവയവങ്ങൾ കാണാം, കാണാവുന്നത് കാണാം. അതേപോലെ തന്നെ വീട്ടിലുള്ള അടിമകൾ, വൈകാരികമായ ഒരു താല്പര്യവുമില്ലാതെ സമൂഹം ഷണ്ടന്മാരെന്ന് ധരിക്കുന്ന ചില ആണുങ്ങൾ, ഷണ്ടന്മാർ, ഒന്നുമില്ലാത്ത ഷണ്ടന്മാർ, ഒരു കഴിവില്ല, എന്തോ അബുലഹായ ഷണ്ടനായ ആണുങ്ങൾ, അങ്ങനത്തെ ആണുങ്ങളും കാണാം. അവിത്തുഫിലി, അല്ലെങ്കിൽ കുട്ടി കാണാം. അല്ലദീന ലം യൽഹറു അലാ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ ഗോപ്യമായ ഭംഗികളുടെ മേൽ പ്രത്യക്ഷമാകാൻ താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങൾ, ആ കുട്ടികൾക്കും കാണാം. നോക്ക്, വളരെ ശക്തമായി നോക്കൂ നിങ്ങൾ. അവൾക്ക് കാണേണ്ടവർ മാത്രമേ കാണാവൂ എന്ന് പറയല്ല, കാണേണ്ട ആളുകളെ തിരിച്ച് വ്യക്തമായി ശരയ അവരെ വ്യക്തിപരമായ പേരെടുത്തു പറഞ്ഞു. എന്റെ അതിനപ്പുറമുള്ള ആണുങ്ങൾ കണ്ടുകൂടാ, ആളുകൾ കണ്ടുകൂടാ, നാശമുണ്ടാകും. ഒരു സഹാബി ഈ ആയത്തിറങ്ങിയപ്പോൾ മുസ്തഫായ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയെ അഫറഅയ്തൽ ഹംവാ, ഭർത്താവിന്റെ വീട്ടിലെ ആണുങ്ങൾ മറ്റാണുങ്ങളെ കുറിച്ച് അങ്ങ് എന്ത് പറയുന്നു? ഫഖാല അൽ ഹമു അൽ മൗതു, അത് അവളെ മരണത്തിന് കാരണമാകും എന്ന് ഞാൻ പറയുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം.
ഭർത്താവിന്റെ അനുജൻ മോട്ടോർ സൈക്കിളിൽ കൊണ്ടുവരുന്ന സമ്പ്രദായമുണ്ട്. ഭർത്താവിന്റെ ചേട്ടനോ അനുജനോ മോട്ടോർ സൈക്കിളിന്റെ ബാക്കിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്ന ഏർപ്പാട് ഇന്ന് സുലഭമായിട്ടുണ്ട്. അൽ ഹമു അൽ മൗതു, അതവളെ മരണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, പെണ്ണുങ്ങളെ മേൽ പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെയോ അപ്പോൾ നബിയോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് അഫറഅയ്തൽ ഹമുവ, ഭർത്താവിന്റെ ജേഷ്ഠാനുജന്മാരെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുന്ന വീട്ടില്, അവരെ പറ്റി അങ്ങ് എന്ത് പറയുന്നു? ഫഖാല അൽ ഹമു അൽ മൗതു. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതവളെ മരണത്തിന് കാരണമാണ് ആണല്ലോ. അപ്പൊ എത്ര ആളുകൾ അങ്ങനെ മരിച്ചുപോയി, നമ്മളെ വർത്തമാന സാഹചര്യത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. അതിന്റെ പേരിൽ വിഷം കുടിച്ച പെണ്ണുങ്ങൾ എത്രയുണ്ടായി. ഇത്തരം ആഭാസകരമായ, പുറത്തു പറയാൻ പാടില്ലാത്ത ലൈംഗിക ചേഷ്ടകളുടെ പേരിൽ സ്വന്തം ജീവിതം തുലക്കേണ്ടി വന്ന പെൺകുട്ടികളുടെ എത്രയോ കരളലിയിപ്പിക്കുന്ന കഥകൾ ഉണ്ടായില്ലേ നമ്മുടെ നാട്ടിൽ. അതാണ് ഹബീബായ, അതാണ് നിരോധിക്കേണ്ടത്, അതിനാണ് സംസ്കാരം കാണേണ്ടത്, അല്ലാതെ വ്യഭിചാരത്തെ ആഘോഷിക്കുകയല്ല. ഇന്ന് സർക്കാർ അടക്കമുള്ള കാര്യങ്ങളും മാധ്യമങ്ങളും ഇത് ഒരു ആഘോഷമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ റസൂലുള്ള പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ഭൂമിയിൽ നടക്കുമ്പോ കാലിൽ കൊണ്ട് അടിക്കരുത്. വിശുദ്ധ ഖുർആൻ കാലുകൊണ്ട് അടിക്കരുത്. നടക്കുമ്പോ കാലുകൊണ്ട് അടിക്കരുത്. എന്തിനാ കാലുകൊണ്ട് അടിക്കുന്നത്? അഥവാ ഖുർആൻ എന്തേ നിരോധിക്കാൻ കാരണം? അങ്ങനെയൊക്കെ ചിലപ്പോൾ അവര് അടിക്കും. അങ്ങനെ അടിക്കുന്ന ഏർപ്പാട് അവരിലുണ്ട്. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, എന്റെ മുഖത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞാണ്. അള്ളാഹു പറയാൻ പെണ്ണുങ്ങൾ അടിക്കരുത്. റിജ്ലിന്റെ ബഹുവചനമാണ് അർജുല, അവരെ കാലുകൾ കൊണ്ട് അടിക്കരുത്. അവളുടെ ഈ സൗന്ദര്യങ്ങളിൽ ഗോപ്യമായത് കൂടി പ്രത്യക്ഷമാകാൻ. നാട്ടിലൊന്ന് കാണട്ടെ, ഇത്രയും നല്ല ഒരു കൊലുസുള്ള ഒരു പാദസരം ഇട്ട് ഞാൻ പോകുമ്പോ നാട്ടുകാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ കൊടുത്ത കായ് മുതലാവില്ലല്ലോ എന്ന് കരുതിയിട്ട് അവൾ അതുകൊണ്ട് അടിക്കരുത്. അല്ലെങ്കിൽ ഇത്ര വലിയ ഉഷാറായിട്ട് ഞാൻ നടന്നു പോകുമ്പോ എന്റെ ആളുകളൊന്നും എന്നെ ശ്രദ്ധിക്കണില്ല എന്ന് കരുതിയിട്ട് അവൾ അടിക്കരുത്. വലായദ്രിബിന, ഇത് പ്രത്യേകം പറയാനൊരു കാരണവുമുണ്ട്. ഇന്ന അവ്വല ഫിത്നത്തിൻ ഫീ ബനി ഇസ്രായീല കാനത് മിനൻ നിസാ, ആദ്യമായി ഇസ്രായേലികളിൽ ഉണ്ടായ നാശം പെണ്ണുങ്ങളിൽ നിന്നാണ്. എന്താണ് നാശമുണ്ടാകാൻ കാരണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. മുസ്തഫായ റസൂലുള്ള മറുപടി പറഞ്ഞു, പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കും ആണുങ്ങൾക്കിടയിൽ. വലിയ വലിയ ഹീൽഡുള്ള ചെരുപ്പുകൾ ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്. അന്നത്തെ ചില അക്ഷാബ് എന്നാ പറയുന്നത്, ചില മരത്തിന്റെ മെതിയടി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മെതിയടികൾ, അങ്ങനത്തെ മെതിയടി പോലത്തെ ചെരുപ്പ് ഉപയോഗിക്കും ഈ പെണ്ണുങ്ങൾ. എന്നിട്ട് ഇങ്ങനെ ടം ടം എന്ന ഒച്ച കേൾക്കും. ആണുങ്ങളെ കരളിലേക്കായിരിക്കും നേരെ ഈ അടി ചെന്നങ്ങോട്ട് കയറുക. ഈ ടം ടം അടിച്ചിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കും. ഇന്ന് നമ്മുടെ ചില സൂക്കുകളിൽ, ഗൾഫിലൊക്കെ പോയാൽ കാണാം, വലിയ വലിയ സൂക്കുകളിൽ നല്ല ഉഷാറുള്ള മാർബിളൊക്കെ ഇട്ട സ്ഥലത്ത് ഹീൽഡുള്ള ചെരുപ്പിട്ട ഒരു പെണ്ണങ്ങോട്ട് നടന്നാൽ കേൾക്കുന്ന അവളെ കാണണ്ട ആ ഹീൽഡിന്റെ ഓരോ ആണിയും ഇവന്റെ കൽബിൽ ഇങ്ങനെ കുത്തിക്കേറും. അങ്ങനെയുള്ള അതാണ് വലായദ്രിബിന. ഞാൻ പറയല്ല, അള്ളാഹു പറയാൻ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ കാരണമാകുന്ന ഘടകങ്ങളെ മുഴുവൻ വിശുദ്ധ ഖുർആൻ നിരോധിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ അത് ഒഴിവാക്കിയിരിക്കണം. അല്ലാത്ത പെണ്ണല്ല, ഇസ്ലാമികമായ പെണ്ണ് എന്ന് പറയുക സാധ്യമല്ല. കാനത്തിൽ മർഅതു ഫിൽ ജാഹിലിയ്യ, ഈ ആയത്തിനെ വിശദീകരിച്ച് അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നു, കാനത്തിൽ മർഅതു ഫി ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്തെ പെണ്ണുങ്ങൾ, ഇതാ കാലത്ത് തംശീ ഫി ത്വരീഖ്, ജാഹിലിയ്യ കാലത്തെ പെണ്ണുങ്ങൾ മാത്രമല്ല ഇന്നത്തെ പെണ്ണുങ്ങളും ഇതാ കാനത്ത് ഈ വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ അവളെ കാലിൽ ഹൽഹാൽ ഉണ്ടാവും. ഹൽഹാൽ പറഞ്ഞാല് പാദസരം ഉണ്ടാകും. സ്വാമിത്വം, മിണ്ടാത്ത പാദസരം, മുണ്ടൊന്നുമില്ല പാദസരം. അതിന്റെ ഒച്ചെന്നും അറിയപ്പെടുകയില്ല. അങ്ങനത്തെ പാദസരങ്ങൾ ഉണ്ടാവും. തനി കാല് അടിച്ചടിച്ച് കാലിന് വേദന എപ്പോഴായിരിക്കും പിന്നെ ആ പാദസരത്തിന് കുറച്ച്
മണി തൂക്കാൻ തുടങ്ങിയത്. ഇപ്പൊ പിന്നെ അടിക്കൊന്നും വേണ്ട, അടിക്കാതെ തന്നെ ഒച്ച ഉണ്ടാവും. അക്കാലത്ത് അടിക്കാതെ ഒച്ച ഉണ്ടാവുമായിരുന്നില്ല. സ്വാമിത്തായ മിണ്ടാത്ത ഖൽഖാൽ ഉണ്ടായിരുന്നു. ലാ യുഅലമു സൗതുഹു, അതിന്റെ ഒച്ചൊന്നും പുറത്തേക്ക് വരില്ല. അങ്ങനത്തെ പാദസെട്ടായിരിക്കും ഈ പെണ്ണുങ്ങൾ നടക്കുക. ലറബത്ത് ബിരിജ്ലിഹൽ അർള, അപ്പോഴാണ് അവൾ ഭൂമിയിൽ അടിക്കുക. ഫയസ്മഉ റിജാലു ത്വനീനഹു, അതിന്റെ പ്രത്യേകമായ ഒരു ശബ്ദം, ആ പാദസരം കിളിങ്ങുന്ന ഒരു ശബ്ദം, അതിന്റെ പ്രത്യേകമായ രസകരമായ ശബ്ദം ആണുങ്ങൾ കേൾക്കും. ഇത് മക്ക അങ്ങാടിയിൽ സർവ്വസാധാരണമായിരുന്നു. മക്ക അങ്ങാടിയിലും മുക്കം അങ്ങാടിയിലും കോഴിക്കോട് അങ്ങാടിയിലും എല്ലാ അങ്ങാടിയിലും ഇത് സർവ്വസാധാരണമാണ്. അപ്പോഴാണ് ഫനഹല്ലാഹുൽ മുഅ്മിനാതി അൻ മിസ്ലി ദാലിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർജിക്കാൻ ബഹുമാനപ്പെട്ട ശറഅ് മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളോട് ഈ കാര്യം ശറഅ് കൽപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീർ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം തുർമുദി ഇങ്ങനെ രേഖപ്പെടുത്തി. അൻ അബീ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കുല്ലു ഐനിൻ സാനിയ വൽ മർഅതു ഇദസ്തതാറത്, ഒരു പെണ്ണ് അത്തർ പൂശിയിട്ട് പുറത്തിറങ്ങിയാൽ എല്ലാ കണ്ണും വ്യഭിചരിക്കും എന്ന് ഖാല റസൂലുള്ളാഹി. എല്ലാ കണ്ണും വ്യഭിചരിക്കും, എല്ലാ കണ്ണും വ്യഭിചരിക്കും. അങ്ങനെ ആ പെണ്ണൊരു സദസ്സിലൂടെ കടന്നു പോയാൽ അവൾ ആ പണി കൊണ്ട് തന്നെ വ്യഭിചാരിണിയാണ് എന്ന് ഖാല റസൂലുള്ളാഹി. അവള് ഒന്ന് പ്രത്യേകമായി അത്തർ പൂശിയിട്ട് ആ നടത്തം നടക്കുന്നതോടുകൂടെ തന്നെ അവൾ വ്യഭിചാരിയായി അള്ളാഹുവിന്റെ റെക്കോർഡിൽ ചേരുന്നതാണ്. അവൾ വ്യഭിചരിക്കേണ്ടതില്ല. ഇന്നത്തെ ഈ നടത്തങ്ങൾ, ഈ സൊസൈറ്റി ലോഡികൾ എന്ന് പറയുന്ന ഈ സൊസൈറ്റി ലോഡികള് ഉള്ള ഈ അങ്ങാടിയിലുള്ള ഈ നടത്തണ്ടല്ലോ, ആ നടത്തം തന്നെ സത്യത്തിൽ അത് തന്നെ ഞാൻ മനസ്സിലാവുന്ന സൊസൈറ്റി ലേഡിയല്ല, അതൊരു ലോഡിയാണ്. അങ്ങനെയുള്ള അവര് തന്നെ ഉള്ള ഈ നടത്തങ്ങളുണ്ടല്ലോ, ഈ നടത്തങ്ങൾ തന്നെ അവൾ വ്യഭിചാരിയാണ്, വ്യഭിചാരിയാക്കുന്നതാണ്. ഇസ്ലാം ഒരിക്കലും ഇങ്ങനെയുള്ള ഫെമിനിസത്തെ അംഗീകരിക്കുന്നില്ല. ഇസ്ലാം പെണ്ണിന് മഹിതമായ സ്ഥാനം നൽകുന്നുണ്ട്. അതിന്റെ പുറത്തേക്ക് അവൾ പോയാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇമാം അബൂദാവൂദും തുർമുദിയും രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് ഇങ്ങനെ കാണാം. അൻ അബ്ദില്ലാഹി ഖാല ഖാല റസൂലുള്ളാഹി സുല്ല പറഞ്ഞു, ഇന്നൽ മർഅത ഔറ, പെണ്ണ് എന്ന് പറഞ്ഞ ഔറത്ത. ഫഇദാ ഖറജത, ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇസ്തശ്റബഹ ശൈത്താനു, അവളെ ഭരിക്കുക പിശാചായിരിക്കും എന്ന് ഇമാം അബൂദാവൂദ് തുർമുദി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ ഇന്നൽ മർഅത ഔറത്തുൻ, പെണ്ണ് ഔറത്താണ്. ഇദാ ഖറജത മിൻ ബൈതിഹാ, അവളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഇസ്തശ്റബഹ ശൈത്താനു, അവളെ പിന്നീട് ഭരിക്കുക പിശാചാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. ഞാൻ പുറത്തിറങ്ങണം, പിശാചിനെ ഭരണത്തിന് വിട്ടുകൊടുക്കരുത്. അവൾ പൂർണ്ണമായി ശ്രദ്ധിക്കണമെന്നാണ് ഈ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. നോക്കൂ നിങ്ങൾ, ഇമാം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 52-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു വചനം ഇങ്ങനെ കാണാം. ഇദാ സഅൽതുമൂഹുന്ന മതാ പെണ്ണുങ്ങളോടൊരു സാധനം ചോദിക്കുകയാണെങ്കിൽ പോലും അത് മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു വാങ്ങണം എന്ന്. പെണ്ണ് അത്രയും വിലയുള്ള സാധനമാണ്, ഇത്രയും ഉദാത്തമായ സാധനമാണ്. പ്രപഞ്ചത്തെ എല്ലാ കാലഘട്ടത്തിലും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ഈ കാണുന്ന സൗകര്യങ്ങളുടെ മുഴുവനും, ഈ കാണുന്ന സിവിലൈസേഷൻ മുഴുവനും ഇങ്ങനെ ഉത്ഥാനമായി വരാനുള്ള അടിസ്ഥാന കാരണക്കാരിൽപ്പെട്ട ഒരാളാണ് പെണ്ണ്. അതുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും ഒരു സ്ഥാനമാണ് പെണ്ണിനുള്ളത്. ആ പെണ്ണിനോട് ഒരു വസ്തു നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോലും ഫസ്അലൂഹുന്ന, ആ പെണ്ണിനോട് ചോദിക്കേണ്ടത് മിൻ വറാഇ ഹിജാബ് എന്ന് സൂറത്തുൽ അഹ്സാബിന്റെ 52-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തി. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജ്ലി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി ഖുൽതു ലിറസൂലില്ലാഹ്, ഞാൻ നബിയോട് ചോദിച്ചു, മിൻ നദറിൽ ഫുജ്അതി, മിൻ നദറത്തിൽ ഫുജ്അതി, പെട്ടെന്നൊരു പെണ്ണിനെ നോക്കിയാൽ വല്ല അബദ്ധമുണ്ടോ? വളരെ ശ്രദ്ധിക്കണം, അത്രേ ചോദിക്കണമെന്നുള്ളൂ. ചോദിച്ചു നിൽക്കാൻ പാടുണ്ടോ, നോക്കി നിൽക്കാൻ പാടുണ്ടോ എന്നുള്ള ചർച്ചയില്ല. പെട്ടെന്നുള്ള നോട്ടം എങ്ങനെ ഉണ്ടാവും നബിയെ, എന്താണ് അതിന്റെ ദീനിയായ താല്പര്യം എന്ന് ഞാൻ നബിയോട് ചോദിച്ചപ്പോ
അപ്പൊ റസൂൽ എന്നോട് കൽപ്പിച്ചത് അൻ അസ്രിഫ വജ്ഹി, അവിചാരിതമായി ഒന്ന് നോക്കിപ്പോയാൽ പോലും അൻ അസ്രിഫ വജ്ഹി, എന്റെ മുഖത്തെ തെറ്റിച്ചു കളയാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇങ്ങനെ കാണാം. അൻ അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ അൻ നബിഹി ഖാല ഖാല റസൂലുള്ളാഹി മുസ്തഫ നബി പറഞ്ഞു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലിയോട് പറയാണ്, അലിയെ ലാ തത്തബഇൻ നദറത അൻ നദറ, ഒരിക്കൽ നോക്കിയാല് പിന്നെ നോക്കി നിൽക്കരുത്. ഒന്ന് നോക്കിപ്പോയി അപ്പൊ തല തിരിച്ചോളണം. പിന്നെ നോക്കാന്ന് പറഞ്ഞാൽ തല തിരിച്ചു നോക്കാന്നല്ല, ആ നോട്ടത്തെ ഒരു മിനിറ്റ് കൂടി നമ്മൾ വെക്കാം. അതായത് അങ്ങനെയല്ല, അല്ലാതെ ഒരിക്കൽ തല തിരിച്ചിട്ട് പിന്നെ നോക്കല്ല, അത് പെടും. അതല്ല ഈ പറയുന്നത്. അന്നറ നോക്ക, പിന്നെ നോക്ക. ആ നോക്കുന്നോട് തല തെറ്റിയിരിക്കണം, നോക്കിയതോടുകൂടെ തല ഒഴിവായി പോണം. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? ഫൈനലക്കൽ ഊല, ഒന്നാമത്തെ നോട്ടം നിനക്ക് അനുവദനീയമാ, നീ അവിചാരിതമായി കണ്ടതാ. എന്നാൽ വലൈസലക്കൽ ഉഖ്റ, രണ്ടാമത്തെ നിനക്ക് അനുവദനീയമല്ല, അത് ഹറാമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു, ഇയ്യാക്കും വൽ ജുലൂസ ഫിത്തുറുഖാതി, ആരും വഴിയിൽ ഇരിക്കരുത്, വഴിയിലേ ഇരിക്കരുത്, അഥവാ വഴിയിലേക്ക് നോക്കിയിരിക്കരുത്, വഴിയിൽ ഇരിക്കരുത്, വഴിയിൽ നോക്കിയിരിക്കരുത്. ഖാലു യാ റസൂലല്ലാഹ്, ഞങ്ങൾ നബിയോട് ചോദിച്ചു, നബിയെ ലാ ബുദ്ദ ലനാ മിൻ മജാലിസിനാ നതഹദ്ദസു ഫീഹാ, പിന്നെ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ എന്തെങ്കിലും ഒരു വേദി വേണ്ടേ? വഴിയല്ലാതെ സംസാരിച്ചു നിൽക്കാനോ ഇരിക്കാനോ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ? ഫഖാല, അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു വഴിയും സംസാരിച്ചിരിക്കാൻ വഴിയല്ലാതെ മറ്റു സൗകര്യങ്ങളില്ല എങ്കിൽ ഫഅതു ത്വരീഖ ഹഖഹു, വഴിക്ക് അതിൻ്റെതായ അവകാശം നിങ്ങൾ കൊടുക്കണം. ഏതാ വഴിയുടെ അവകാശം? ഖാലു വമാ ഹഖു ത്വരീഖി, വഴിയുടെ അവകാശം എന്താണെന്ന് ഞങ്ങൾ നബിയോട് ചോദിച്ചു. ഖാല റസൂലുള്ളാഹി വഴിയിലിരിക്കാം, വഴിയിലേക്ക് നോക്കാം, അവിചാരം അത്യാവശ്യമാണെങ്കിൽ. പക്ഷേ എന്ത് വേണം? ഓന്നുൽ ബസരി, കണ്ണ് പൂട്ടിയേ വഴിയിൽ ഇരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാവൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം വിശ്വാസികളെ. അതാണ് വ്യഭിചാരത്തോടടുക്കുന്ന. എന്തുകൊണ്ടെന്നാൽ ഇതിനോട് അടുത്താൽ പോലും അതാ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വർഗത്തെ തടയാനുള്ള മാധ്യമമാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കേണ്ട ഒരു ആയത്ത് സൂറത്തുൽ അറാഫിലുണ്ട്, 27-ാമത്തെ ആയത്ത്. ഞാൻ ഈ ആയത്ത് വളരെ അത്ഭുതത്തോടുകൂടെ നോക്കിയിട്ടുണ്ട്. വളരെ ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനി ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്നah ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون. സൂറത്തുൽ അറാഫിന്റെ 27-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയും. ചിന്തിക്കണം, വളരെ ചിന്തിക്കേണ്ട ആയത്ത. എന്താ ഈ ആയത്തിന്റെ കാലിക പ്രസക്തി എന്ന് ആയത്ത് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാഹു പറയുകയാണ്, യാ ബനി ആദമ, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു, പിശാച് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, പിശാചിനെ ഒഴിവാക്കി തരട്ടെ. പിശാച് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്നah, കമാ അഖ്റജ അബവൈകും മിനൽ ജന്നah, സ്വർഗത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയ തരത്തിൽ പിശാച് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? എന്താ പറഞ്ഞേ? ഒന്നും കൂടി ശ്രദ്ധിക്കണേ. എന്താ പറയുന്നത്? പിശാച് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ഏതുപോലെ? നിങ്ങളുടെ മാതാപിതാക്കളെ, അതായത് ആദമിനെയും അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹ, അവർ രണ്ടാളെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അവൻ കാണിച്ച വേലത്തം അവൻ നിങ്ങളുടെ അടുക്കൽ കാണിക്കാതിരിക്കട്ടെ എന്നാ പറയുന്നത്. ഒരു ചോദ്യമുണ്ട്, നമ്മൾ സ്വർഗത്തിൽ കയറിയോ? ഇല്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, സ്വർഗത്തിൽ കയറിയിട്ടില്ലല്ലോ. മാത്രല്ല പിന്നെന്തേ? ഇതിന്റെ അർത്ഥം പഴം നിങ്ങൾക്ക് ഇബ്ലീസ് പഴം ചൂണ്ടിക്കാണിച്ചു തരാതിരിക്കട്ടെ, അങ്ങനെയാണോ അർത്ഥം? അതുമല്ലല്ലോ. കാരണം അങ്ങനെ ഒരു പഴത്തിന് വേണമെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോണ്ടേ. അതൊന്നുമല്ല പറഞ്ഞ വാക്കിന്റെ താല്പര്യം.
ശ്രദ്ധിക്കണം, വളരെ ചിന്തിക്കണം. എന്താ ഈ പറഞ്ഞ വാക്ക്? വളരെ ആലോചിക്കേണ്ട ഒരു വിഷയം പറയുന്നത്. യാ ബനി ആദമ, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്വാനു, പിശാച് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളെ മാതാപിതാക്കളെ പുറത്താക്കാനുള്ള പണി അവൻ എടുത്തത് നിങ്ങളെ കാര്യത്തിൽ എടുത്തു പോയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറുക സാധ്യല്ല. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. എന്താ വിഷയം എന്നറിയോ? ഈ വിഷയത്തിന്റെ ഗൗരവം പഠിക്കുമ്പോ ആ ആയത്തുകളൊന്ന് പഠിക്കണം. എന്താ ഉണ്ടായതെന്നറിയോ? സ്വർഗത്തിലെ ഒരു നിർദ്ദിഷ്ടമായ പഴം കഴിച്ചു പോയാൽ അവരുടെ ഔറത്ത് പ്രത്യക്ഷമാകുമെന്ന ഒരു ഇൽമ ഇബ്ലീസിനുണ്ടായിരുന്നു, ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങൾ ആലോചിക്കണം, സ്വർഗത്തിലെ ഒരു പ്രത്യേകമായ, അല്ലാതെ പഴം കൊടുക്കലോ നാരങ്ങ നീര്, നിരാഹാര സത്യാഗ്രഹം കഴിഞ്ഞവന് നാരങ്ങ നീര് കൊടുക്കലോ, ഇതൊന്നല്ല ഇബ്ലീസിന്റെ ലക്ഷ്യം. ഇബ്ലീസിന്റെ ലക്ഷ്യം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നല്ലൊരു ചോദന കിട്ടണമെന്നല്ല ഇബ്ലീസിന്റെ ലക്ഷ്യം. ഇബ്ലീസിന്റെ ലക്ഷ്യം വേറെയാ. എന്താ ഇബ്ലീസിന്റെ ലക്ഷ്യം എന്നറിയോ? ഈ ഒരു പഴം കഴിച്ച ആളുകൾക്ക് ഔറത്ത് പ്രത്യക്ഷമാകും എന്ന ഒരു ഇൽമ് ഇബ്ലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ ഔറത്ത് അങ്ങാനും പ്രത്യക്ഷമായാൽ അത് മതി. ഔറത്ത് പ്രത്യക്ഷമാവുന്നവയോ ആക്കുകയോ അതിനെ ആദരിക്കുകയോ അത് സൊസൈറ്റിയുടെ രീതിയായി കാണുകയോ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം ഇല്ല എന്ന് ഈ ആയത്തിന് മനസ്സിലാക്കാം. വളരെ ചിന്തിക്കണം. അല്ലാതെ സ്വർഗത്തിൽ കയറിയിട്ട് രണ്ടാമട്ടം പിശാച് നിങ്ങൾക്ക് പഴം തരാതിരിക്കട്ടെ എന്നല്ല അർത്ഥം. യാ ബനി ആദമ ലാ യഫ്തിനന്നകും ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയതുപോലെ അവൻ പുറത്താക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ താല്പര്യം. ഇതാ യാ ആദമു ഹൽ അദുല്ലുകും അലാ ശജറത്തിൽ ഖുൽദി, ഒരു പ്രത്യേകമായ വൃക്ഷമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഔറത്തിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ മാനുഷികമായി സ്വർഗം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇബ്ലീസിന് അറിയാമായിരുന്നു ഈ വൃക്ഷത്തിന്റെ പഴം കഴിച്ചു പോയാൽ പിന്നെ അവർ ഔറത്ത്, ഗോപ്യമായ ഔറത്ത് വെളിവാകുമെന്ന്. അടുത്ത ആയത്തിന്റെ ബാക്കി അത് മനസ്സിലാക്കി തരുന്നുണ്ട്. യാ ബനി ആദമ ലാ യഫ്തിനന്നകും ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ എന്ന് അതാ അവന്റെ ലക്ഷ്യം. ഈ പഴം കഴിപ്പിക്കലായിരുന്നില്ല അവന്റെ ലക്ഷ്യം. അവരുടെ ഗോപ്യമായ മുന്നും പിന്നും പ്രത്യക്ഷമാക്കുക എന്നതായിരുന്നു അവന്റെ താല്പര്യം. അവൻ നീക്കിക്കളഞ്ഞു. അൻഹുമാ, നീക്കിക്കളയുന്ന നിലയിലാണ് അവൻ പ്രവർത്തിച്ചത്. അൻഹുമാ, അവരുടെ രണ്ടാളത്തൊട്ടും, ലിബാസഹുമാ, അവരുടെ വസ്ത്രങ്ങളെ. എന്തിന്? ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും ഇന്നാ ജഅൽനാ അശ്ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. എല്ലാ കാലഘട്ടത്തിലും മുഅ്മിനീങ്ങളുടെ ശത്രുവും മുഅ്മിനല്ലാത്തവരുടെ മിത്രവുമാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അഥവാ ആദം നബിയോട് കാണിച്ച ശത്രുത എല്ലാ കാലത്തും അവൻ നിങ്ങളോട് കാണിക്കും. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി എന്നും ഇബ്ലീസ് ചെയ്യുന്ന വേലത്തരം നിങ്ങൾ ഔറത്തിൽ കളിക്കുകയായിരിക്കും എന്നാണ് ഈ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. നിങ്ങൾ ആലോചിക്ക്, വളരെ ചിന്തിക്ക് പ്രിയപ്പെട്ട മുഅ്മിനെ. ഔറത്തിനെ വെളിവാക്കുന്നവർക്ക് സ്വർഗമില്ല. ഔറത്തിനെ വെളിവാക്കുന്നതിനെ ഉപാസിക്കുന്ന ആളുകൾക്കും സ്വർഗമില്ല. വളരെ ആലോചിക്കണം, വളരെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കൂ, ഇന്ന് ആരാ അവിടെ ഇബ്ലീസിന്റെ സ്ഥാനത്ത്, ശൈത്താന്റെ സ്ഥാനത്താണ് ഇന്ന് ഒരു നിലക്ക് സിനിമക്കാർ. ഇന്നത്തെ ശൈത്താന്റെ പതക്കം കിട്ടിയ ആളുകൾ സിനിമക്കാരാണ്. കാരണം ഔറത്തിനെ വെളിവാക്കുകയും വെളിവാക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ആധുനിക സിനിമക്കാരാ. ഇന്നാരാ ഇബ്ലീസ്? നല്ല ഇബ്ലീസ്, പേര് ഞാൻ പറയണില്ല. സാംസ്കാരിക നായകന്മാർ, വലിയ വലിയ ചാനലുകളുടെ ചെയർമാൻമാർ, ഞാൻ പേര് പറയണില്ല.
വലിയ വലിയ ചാനലുകളുടെ ചെയർമാൻമാരായിട്ട് വന്ന് പ്രസംഗിക്കാനും ജനങ്ങളെ സംസ്കാരം പഠിപ്പിക്കാനും ഒക്കെ നടക്കുന്ന വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ. അവരൊക്കെയാണ് ഇവിടെ ശൈത്താന്റെ സ്ഥാനത്തുള്ളത്. ഞാൻ പറയുന്നില്ല, കോഴിക്കോട്ടുകാരായ നിങ്ങൾക്കറിയാം ആരെ പറ്റിയാ പറഞ്ഞത്. ഇങ്ങനെയുള്ള ചില ചാനലുകളുടെ ചെയർമാൻമാർ, ചില വലിയ സാംസ്കാരിക നായകന്മാർ, ഇന്നലെയും മിനിഞ്ഞാനും കോഴിക്കോട്ട് ജനങ്ങളെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഇമ്മിണി വലിയ ടീ പോലത്തെ ആളുകൾ, ഞാൻ പറയുന്നില്ല അവരെ ബാക്കി എന്താണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ശൈത്താന്റെ മഖാമിൽ നിന്നിട്ടുള്ളത്. അവരെ പറ്റിയാണ് പറഞ്ഞത്. അവരാണ് ശൈത്താന്മാർ. അവർ നിങ്ങൾ സ്വർഗം തടയുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യഭിചാരം എന്ന് പറയുന്നത് ഗുഹ്യസ്ഥാനത്തിന് മാത്രമല്ല. ഗുഹ്യസ്ഥാനം എന്ന് പറയുന്നത് കേവലം നിർദ്ദിഷ്ടമായ ഒരു അവയവവും മാത്രവുമല്ല. ശരീരത്തിലെ എല്ലാ അവയവങ്ങളോടും ബന്ധമുള്ള ഒരു കേന്ദ്രമാണത്. ഇന്നല്ലാഹ കതബ അല ബനി ആദമ ഹല്ലഹു മിനസ് സിനാ. ഏതാളൊക്കെ വ്യഭിചരിക്കുമെന്ന് അല്ലാഹുക്ക് നേരത്തെ അറിയാം. പിന്നെയോ എന്നിട്ട് പറഞ്ഞു ഫസിനൽ ഐനി വസിനൽ ലിസാനി വസിനൽ ഉദ്നി വസിനൽ യദി വസിനൽ റിജ്ലി വസിനൽ നഫ്സി വൽ ഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബുഹു. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ്യഭിചാരം എന്ന് പറയുന്നത് ഒരവയവത്തിന്റെ മാത്രം പ്രവർത്തനമല്ല, ഒരവയവം മാത്രമല്ല. സിനൽ ഐനി, സിനൽ ഐനി, സിന എന്ന് പറഞ്ഞ സിനൽ ഐനി, കണ്ണിന് വ്യഭിചാരമുണ്ട്. വസിനൽ ലിസാനി, നാവിന് വ്യഭിചാരമുണ്ട്. വസിനൽ ഉദ്നി, ചെവിക്ക് വ്യഭിചാരമുണ്ട്. വസിനൽ യദി, കയ്യിന് വ്യഭിചാരമുണ്ട്. വസിനൽ റിജ്ലി, കാലിന് വ്യഭിചാരമുണ്ട്. വസിനൽ നഫ്സി, മനസ്സിന് വ്യഭിചാരമുണ്ട്. വൽ ഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബുഹു. ഇത് തടഞ്ഞാൽ മാത്രമേ ഗുഹ്യസ്ഥാനത്തെ തടയാൻ കഴിയൂ. ഇന്ന് നമ്മൾ ഗുഹ്യസ്ഥാനത്തെ തടയാൻ ശ്രമിക്കുന്നു, എന്നാൽ അതിലേക്ക് ചേർക്കുന്ന മാധ്യമങ്ങളെ തടയുകയില്ല. അത് മാധ്യമങ്ങളെ തടയാത്ത കാലത്തോളം പൂർണ്ണമായി തടയുക സാധ്യമല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വയറ് നിറക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നത് പോലെയാണത്. ഭക്ഷണം നല്ലോണം കഴിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കാണ് വയറ് നിറയരുത് എന്നതുപോലെ വിഡ്ഢിത്തരമാണത്. കാരണം ഈ അവയവങ്ങളാണ് അടിസ്ഥാനപരമായ അതിന്റെ മാനദണ്ഡം. സിനൽ ഐനി, കണ്ണിന്റെ വ്യഭിചാരം. അന്നദുറു ഇലൽ മുഹറമാതി, ഹറാമായ കാര്യങ്ങളിലേക്ക് നോക്കുകയാണ്. അത് വളരെ ചിന്തിക്കണം. ഇന്ന് പള്ളിക്കമ്മിറ്റി അടക്കമുള്ള ആളുകൾ മാന്യന്മാരാണല്ലോ, ഒരു നാട്ടിലെ മഹത്തുക്കളായ വലിയ വലിയ ആളുകളാണല്ലോ, മണി വലിയവരാണല്ലോ നാട്ടിലെ പള്ളിക്കമ്മിറ്റിന്റെ വീട്ടിൽ പോലും 25-30 സിനിമ ഓടുന്ന വീടുകളാണ് ഇന്നുള്ളത്. ഇവരെങ്ങനെ ഉമറാകളാവുക? ഇവർ നാട്ടുകാരെന്നാക്കിയാൽ എങ്ങനെ നാട്ടുകാരെന്നാവുക? ആരോട് നന്നാക്കാനല്ല പറഞ്ഞത്, രണ്ടു കൂട്ടർ നന്നായാൽ നാട്ടുകാർ നന്നാവും എന്ന് ഹബീബായ റസൂലുള്ളാഹി അങ്ങനെയാ പറഞ്ഞത്. രണ്ട് വിഭാഗം ആളുകൾ ജനങ്ങളെ നന്നാക്കിയാ ജനങ്ങൾ നന്നാവും അല്ല പറഞ്ഞത്. സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഇതാ സ്വലഹ, അവരൊന്ന് നന്നായി കിട്ടിയാൽ മതി, അവരൊന്ന് നന്നായി കിട്ടിയാൽ മതി. എന്നാൽ തന്നെ സ്വലഹന്നാസു കുല്ലുഹും, മനുഷ്യന്മാര് അവരെ കണ്ട് നന്നായിക്കൊള്ളും. ആരും നന്നാക്കണ്ട, ഇവർ തനിയും നന്നായാൽ. സിൻഫാനി, ഇങ്ങനെയാ അർത്ഥം വെച്ചു കൊടുത്ത് തെറ്റണ്ട, തെറ്റിയ അതീതാണതൊക്കെ. ജനങ്ങൾ ഉമറാക്കളും ഉലമാക്കളും ജനങ്ങളെ നന്നാക്കാൻ ഇറങ്ങിയാൽ ജനങ്ങൾ നന്നാവും എന്നാ ചിലരൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഇതാ സ്വലഹേൻ അല്ല പറയേണ്ടത്, ഇതാ ആ സുലഹേന പറയേണ്ടത്. അവർ നന്നാക്കാണെങ്കിൽ നന്നാവും പറയേണ്ടത്. അങ്ങനെയല്ല. സിൻഫാനി, ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് ഓതിയിട്ട് നമ്മൾ കളവ് പറയണ്ട. മുസ്തഫ നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. നന്നാക്കാനല്ല പറഞ്ഞത്, നന്നാവുക. ഇതാ സ്വലഹ, രണ്ട് വിഭാഗം ആളുകൾ ഒന്ന് നന്നായി കിട്ടിയാൽ സ്വലഹന്നാസ്, ജനങ്ങൾ മൊത്തം നന്നായിക്കൊള്ളും. വഇദാ ഫസദാ, ആ രണ്ട് വിഭാഗം എങ്ങാനും നശിച്ചു പോയാൽ ഫസദന്നാസു കുല്ലുഹും, മനുഷ്യർ മൊത്തത്തിൽ നശിക്കുന്നതാണ്. ആരാണ് രണ്ട് വിഭാഗം? അൽ ഉലമാഉ വൽ ഉമറാ. അൽ ഉലമാഉ ഒന്ന് ആലിമീങ്ങളാണ്, വൽ ഉമറാഉ ഉമറാക്കളുമാണ്. നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ട മുഅ്മിനേ, എന്താ ഇന്നത്തെ സാഹചര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. എത്രയും വലിയ നാട്ടിലെ കാളിക്ക് ഉശന് കൊടുക്കേണ്ടവൻ
കാളിയുടെ കൂടെ നിൽക്കേണ്ടവൻ ഹബീബായ റസൂലുള്ളാഹിന്റെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് നിന്നതുപോലെ കാളി കുശർ കൊടുക്കേണ്ടവരായ ഇന്നത്തെ ഉമറാക്കളുടെ ചാൻസ് എന്താ? അവർ വലിയ മുത്തവല്ലികളാ, അവർ വലിയ പള്ളി പ്രസിഡന്റാ, പള്ളി സെക്രട്ടറിയാ. എന്താ അവരുടെ നിലവാരം? നാട്ടിലുള്ള ഏതെങ്കിലും ആലിമീങ്ങളെ കുറ്റം പറയാനും അഹ്ലു ബൈത്തിനെ കുറ്റം പറയാനും സമയം ചെലവഴിക്കുന്നവരാ നല്ലൊരു ശതമാനം. എന്താ അവരെ വീട്ടിലെ നിലവാരം? അവരെ വീട്ടിൽ ഒരു 10ഓ 20ഓ എങ്കിലും തെമ്മാടിത്തരത്തിന്റെ ഫിലിം ഓടാത്ത ദിവസമില്ല. പിന്നെ ഇവരെങ്ങനെ നന്നാകും? അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യമായി കൽപ്പിച്ചത് മനുഷ്യരോട് പിശാച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ, നരകത്തിലേക്ക് എത്തിക്കാൻ, സ്വർഗം തടയാനുള്ള ഏറ്റവും വലിയ കാര്യം ഇങ്ങനെയുള്ള ആഭാസകരമായ സിനിമകളാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ വിശദീകരിക്കുന്നല്ല വിശ്വാസികളെ, ഇന്നും ജനങ്ങൾ അതിന്റെ അടിമകളാണ്. ജനങ്ങൾ അടിമകളാണ് എന്നതിന് തെളിവാണ് ഈ കോഴിക്കോടങ്ങാടിയിൽ കാണുന്ന ചുമരുകളിലുള്ള പോസ്റ്ററുകൾ മുഴുവൻ. ഉപഭോക്താക്കൾ ഉണ്ടായത് കൊണ്ടാണ് അതിന് പരസ്യങ്ങൾ കൂടിയിട്ടുള്ളത്. ഒരു കാര്യത്തിന് പരസ്യം ഉണ്ടാവുക അതിന് ഉപഭോക്താവ് ഉണ്ടാവുമ്പോഴാ. ഉപഭോക്താവില്ലാത്ത ഒരു കാര്യത്തിൽ പരസ്യം കൊടുത്തിട്ട് എന്ത് കാര്യം? ഈ ആഭാസകരമായ ഈ ഫിലിമുകളിൽ നിന്ന് അതാണ് വളരെ ചിന്തിക്കണം. റമദാൻ മാസത്തിൽ പോലും അതിനെ ആശ്രയിക്കുന്ന ഒരു രീതി നമ്മുടെ സമുദായത്തിലുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. റമദാനാകട്ടെ അല്ലാത്ത കാലമാകട്ടെ വളരെ ചിന്തിക്കണം. ഒരു വിശ്വാസിക്ക് ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാന്ന് ഈ സദസ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്നാൽ ഇവിടുത്തെ ചാനലുകൾക്കറിയും, കൈരളിക്കറിയും, ഏഷ്യാനെറ്റിന് അറിയും, ഇന്ത്യ വിഷൻ ഉണ്ടായ അറിയും, പൂട്ടിയാലും പൂട്ടിയിട്ടില്ലെങ്കിലും ഇവർക്കൊക്കെ അറിയും. ഇവിടുത്തെ ഏത് നേരമാണ് ഏറ്റവും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ അഫ്ളായ നേരം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും അറിയില്ല, ചാനലുകൾക്ക് അറിയും. എന്തുകൊണ്ട്? ആ നേരത്തായിരിക്കും ഏറ്റവും ഇക്കിളിപ്പെടുത്തുന്ന ഫിലിമുകൾ ഉണ്ടാവുക. ബൈനൽ മഗ്രിബി വൽ ഇശാ, السكوت عن الدنيا بين المغرب والعشاء من فطرة الأنبياء من شيمة الأنبياء عليهم الصلاة والسلام. നിങ്ങൾ നോക്ക് നിങ്ങൾ ആലോചിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദുനിയാവിനെ കുറിച്ച് സ്വാലിഹീങ്ങൾ, കഴിഞ്ഞുപോയ അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ, അസ്സുകൂതു ബൈനൽ മഗ്രിബി വൽ ഇശാഇ അനി ദുനിയ, ദുന്യവിയായ ഒരു വർത്താനം ഇശാ മഗ്രിബിന്റെ ഇടയിൽ മിണ്ടാതിരിക്കൽ മിൻ ശീമത്തി സാലിഹീന, സാലിഹീങ്ങളുടെ ശീമത്താണ്, അവരുടെ ചര്യയാണ്, സ്വഭാവമാണ് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസല്ല, ചിന്തിക്കണം. മഹാന്മാർ പറയുന്നു, സൂഫിയാക്കൾ പറയുന്നു, മിൻ ശീമത്തിൽ അംബിയാഇ വസ്സാലിഹീൻ, അമ്പിയാക്കന്മാരുടെ പ്രവർത്തനം അങ്ങനെയായിരുന്നു. നിങ്ങൾ ആലോചിക്ക്, നമ്മുടെ വീട്ടിൽ ഏറ്റവും ആഭാസകരമായ ഒത്തുകൂടൽ, മക്കള് ചാടിപ്പോയി കോളേജിലേക്ക് പോയിട്ട് മടങ്ങി വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. മൊലിയർ കാക്കാക്ക് 100 രൂപ കൊടുത്തിട്ട് ദ്വാർപ്പിച്ചിട്ട് മൊലിയർ കാക്കാക്ക് പൈസയും കിട്ടും, ദ്വായും നടക്കും എന്നല്ലാതെ രക്ഷപ്പെടും എന്ന് വിചാരിക്കണ്ട. അത് മഞ്ചേരിക്കുള്ള ബസ് കയറിയിട്ട് കൊയിലാണ്ടിക്കെത്താൻ ദ്വാർക്കുന്നത് പോലെയാണ്. ബസ്സിനാണ് കയറി ഒരാള്, എന്നിട്ടാണ് തകർന്നു പാഞ്ഞാണ് വന്നു, നേരെ മഞ്ചേരിക്കുണ്ട് ബസ് പോണം, ഒറ്റ കയറ്റം കേറിയിട്ട് ഇങ്ങനെ മീൻചന്ത 2 വളവ് അരീക്കാട് മോളന്റെ അവിടെ ഒക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോ തോന്നി, അല്ലടാ ഇത് ബസ് പൈസ കൊടുത്തും ചെയ്തു, ഇത് പെച്ചല്ലോ, ഇത് ഫാസ്റ്റ് ആണല്ലോ, ഇനി പൈസ തിരിച്ചിട്ടില്ലല്ലോ, ഇനി എന്താ ചെയ്യാ, ഇനി ഒരു യാസീൻ ഓടുക, ഇനി ഒരു ദ്വാ നടത്തുക, വേഗം ഒരു ദ്വായൊന്നും യാസീനും അൽഫാത്തി എല്ലാം കൂടി ഓതിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ ഈ ആകാശം ഭൂമി പടച്ചോനാ, അത്തരം പണിയൊന്നുമില്ല, ഇതിന് അത്തരം ഇടങ്ങാറൊന്നുമില്ല, ഞാൻ ഈ ഇരിക്കുന്ന ഈ സീറ്റിൽ തന്നെ ഇരുന്നിട്ട് ഒരു 1/4 മണിക്കൂർ ഞാൻ ഇവിടെ ഉറങ്ങും, ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് കോഴിക്കോട്ട് നിന്ന് കൊയിലാണ്ടിക്ക് ഫാസ്റ്റ് ബസ്സിന് ഉള്ള ദൂരം 3/4 മണിക്കൂറാ, ഒരു 1/4 മണിക്കൂർ ഞാൻ ഇവിടെ ഈ യാസീന്റെ ബലത്തിൽ ഇരുന്നുറങ്ങും. എണീറ്റ് നോക്കുമ്പോ ഞാൻ കൊയിലാണ്ടി ആയിരിക്കണേ പടച്ചോനെ എന്ന് യാസീൻ ഓതി എത്തിങ്ങാനിക്ക് ഒരു 2 കരി നീർച്ചന്നു, ഇവർക്കൊക്കെ കിട്ടും, യാസീന്റെ കൂലിയും കിട്ടും. പക്ഷേ കൊയിലാണ്ടി എത്തണമെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ബസ് വേറെ കയറണം, വടക്കോട്ട് കയറണം. ചിന്തിക്കണം, ഇന്ന് നമ്മുടെ നിലവാരം മഞ്ചേരിക്കുള്ള ബസ് കയറിയിട്ട് കൊയിലാണ്ടിക്ക് എത്താൻ തോന്നിക്കല. ഹബീബായ റസൂലുള്ളാഹിനെ കൂലിയിട്ടണം, അബൂജഹലിന്റെ പണിയെടുത്തിട്ട് നമ്മുടെ ലക്ഷ്യം എടുക്കണ പണി അബൂജഹലിന്റെടാ. എന്നിട്ട് മകള് പോയി മകളെ കാണാനില്ല, ഹോസ്റ്റലിൽ നിന്ന് മിഞ്ഞാന്ന് പോന്നതാണ്, ഹോസ്റ്റലിൽ നിന്ന് നാളെ പോരുകയാണ്, മറ്റന്നാൾ വന്നതാണ്, കഴിഞ്ഞ ആഴ്ച പോന്നതാണ് എന്നിങ്ങനെ പറയാ. അവസാനം കുറെ കാലം കൊണ്ടുനടക്ക, അവസാനം പിന്നെ പല വൃത്തികേടുകളും ആശുപത്രികളും നാശമൊക്കെ വന്നിട്ട് നാടാകത് അറിയാം. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾക്കൊക്കെ ആദ്യം ചെയ്യേണ്ടത് അവനവന്റെ വീട് ഉണ്ടാക്കണം. അല്ലാതെ പറയുന്നത് കുഷ്ഠത്തിന് പകരം ഈ ചെറിയ നിസാരമായ ഈ വ്രണത്തിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു
മരുന്ന് തേക്കുന്നത് പോലെ മാത്രമാകുന്നു. മർമ്മത്തെ തകർക്കാതെ ഒരിക്കലും, ആ മർമ്മത്തിന്റെ നാശത്തെ പൂർണ്ണമായി പരിഹരിക്കാതെ ഒരിക്കലും ഇന്നത്തെ നിലവാരങ്ങളിൽ നിന്ന് മാറുക സാധ്യമല്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട്ടിൽ നിന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു സുലൈമാന്റെ മകൾ നൂർജഹാൻ എന്ന ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? പെട്ടിക്കോളത്തിൽ കൊടുത്തിരുന്നു പത്രം. എന്താ ആത്മഹത്യ ചെയ്യാൻ കാരണം? മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്ന നേരത്ത് TV ഓഫ് ചെയ്യാൻ ഉമ്മ മകളോട് ഉപദേശിച്ചു. മകൾ, പത്രം എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടില്ല, എന്നൊരു പത്രം എന്റെ കയ്യിലുണ്ട്. മഗ്‌രിബിന്റെ നേരത്ത് TV ഓഫ് ചെയ്താൽ ബാങ്ക് കൊടുക്കുമ്പോ ഓഫ് ചെയ്യേ എന്ന് ഉമ്മ മകളോട് ഉപദേശിച്ചു. മകൾ കേട്ടില്ല. ഉമ്മ നിർബന്ധപൂർവം തന്റെ വീറ്റോ പവർ ഉപയോഗിച്ച് ഓഫ് ചെയ്തതിൽ മനം നൊന്ത് വിഷം കുടിച്ച് പെണ്ണ് ആത്മഹത്യ ചെയ്തു. ആര് ലോകം കണ്ട മഹാനായ പ്രഗത്ഭനായ ഒരു നബിന്റെ പേരുള്ള ആളെ മകള്, സുലൈമാന്റെ മകള് നൂർജഹാന്. നിങ്ങൾ ആലോചിക്കണം, ഇതാണ് നമ്മുടെ കഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നോക്ക്, നിങ്ങൾ ആലോചിക്കും, എന്തേ ഇതൊക്കെ നമ്മുടെ വീടുകളിലും സംഭവിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വ്യഭിചാരത്തെ അടക്കൂ എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ ഇന്നത്തെ മാധ്യമങ്ങൾ, അതിലേക്ക് ചേർക്കുന്ന ഇന്നത്തെ വിധങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പൂർണ്ണമായി മാറി നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഴയ കാലത്ത് ഇങ്ങനത്തെ ഇടപാടുകൾ ഉണ്ടായിട്ടില്ല. പഴയ കാലത്ത് ഈ ജാതി കിളിരൂർ സംഭവവും കളിരൂർ സംഭവവും ഇങ്ങനെയുള്ള നാശങ്ങൾ ഉണ്ടായിട്ടില്ല. അന്നൊക്കെ ഇവിടെ സൊസൈറ്റി ജീവിച്ചിട്ടുണ്ട്, മനുഷ്യർ ജീവിച്ചിട്ടുണ്ട്. അടുത്ത കാലത്താണല്ലോ ബസ്സിൽ വരെ കയറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിപ്പോയത്. ഈ അടുത്ത കാലത്താ ബസ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊന്നും ബസ്സുകളില്ലാത്ത കാലത്ത് അടുക്കി പോകുന്ന ബസ്സുകൾ പഴയ കാലത്ത് ഇവിടെ ഉണ്ടായി. ആരെയും ആക്രമിച്ചിട്ടില്ല. ഇന്നെന്തേ ആക്രമിച്ചു? വീട്ടിൽ വന്നാൽ ആക്രമിക്കാവുന്ന മാധ്യമങ്ങളാണ് നമ്മുടെയൊക്കെ. ആരാക്രമിച്ചെന്ന് വെച്ചാൽ നമ്മളെ മക്കളെന്നെ ആക്രമിച്ചത്. അതൊക്കെ ഒരു തന്നെ മക്കളാവുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളാരികിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് വ്യഭിചരിക്കണം, സമ്മതം തരും. അതൊരു തന്റെ ഉമ്മയല്ലേ എന്ന് ചോദിച്ചു. നിന്റെ ഉമ്മയെ വ്യഭിചരിക്കൽ നിനക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. പെങ്ങളെ കൂടെ വേറൊരാളെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നിന്റെ പെങ്ങളെയോ? അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു. അയാൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിന് പിന്തിരിപ്പിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ ആഭാസങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെയൊക്കെ മക്കൾ തന്നെയാണ്. അതിനാദ്യം എന്ത് വേണം? അവരെ ഇത്തരം തിന്മയിൽ ഊട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷബീജങ്ങളെ വീടുകളിൽ നിന്ന് നിയന്ത്രണം ഏർപ്പെടുത്താം. അല്ലാതെ ഒരിക്കലും ഒരു ഇസ്ലാമിക സൊസൈറ്റിയെ കൊണ്ടുവരിക സാധ്യമല്ല. പഴയ കാലത്തെ ഇശാ മഗ്‌രിബിന്റെ ഇടയില് ഫിലിം കാണുന്ന പണിയല്ല, ഹദ്ദാദ് ചെല്ലും. നിങ്ങൾ ആലോചിക്ക്, എത്ര വീടിലാണ് ഇപ്പൊ ഹദ്ദാദ് ചെല്ലുന്നത്? റമളാൻ മാസമായിട്ടും ഹദ്ദാദ് ചെല്ലുന്ന വീടുണ്ടോ? എന്താ ഈ ഹദ്ദാദ്? ഹദ്ദാദ് എന്നാൽ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും രേഖപ്പെട്ടു വന്നതായ, വിശുദ്ധ ഖുർആനിലും ബുഖാരിയിലും മുസ്ലിമിലും രേഖപ്പെട്ടു വന്നതായ ദിക്റുകളെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടി കിതാബാക്കിയതാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ പുസ്തകമല്ല അത്. അതേപോലെയാ ചില ആളുകൾ പറയും, അത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഉണ്ടാക്കിയതാണ്. വീട്ടിനല്ലാതെ എന്താ പറയാനുള്ളത്? ബുഖാരി ഇമാം ഉണ്ടാക്കിയതാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ അബൂ അബ്ദുല്ലാഹി ഇസ്മാഈൽ ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി കൊണ്ടുവന്നതാണ്. എന്നതുപോലെ ബഹുമാനപ്പെട്ട ബുഖാരിയും മുസ്ലിം രേഖപ്പെടുത്തിയ, സിഹാഹു സിത്ത രേഖപ്പെടുത്തിയ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അദ്കാറുകൾ നമുക്കറിയാമല്ലോ. അലിഫ് ലാം മീം. അതേപോലെ ആമന റസൂൽ, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു വീട്ടിൽ ആമന റസൂൽ ഓതിയാൽ ആ വീട്ടിലേക്ക് അന്ന് രാത്രി ശൈത്താൻ അടുക്കുകയില്ല. ആര് പറഞ്ഞു? ഹബീബായ റസൂലുള്ളാഹി. ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ ഒഴിവാക്കി. ആ പണിയൊക്കെ ഒഴിവാക്കി നമ്മൾ കിഡ്സൺ കോർണറിൽ നിന്ന് പാളയത്തിലേക്ക് സിന്ദാബാദ് വിളിക്കുന്നവരായി മാറി. നമ്മളെ ഏർപ്പാട് പത്രേ ഉള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ 4 കുട്ടികളെ കാണാനില്ല, 4 പെൺകുട്ടികൾ കോളേജിൽ നിന്ന് വിട്ടു, 4 ദിവസമായി വീട്ടിൽ വന്നിട്ടില്ല. സർക്കാർ നീതി പാലിക്കണം, സർക്കാർ തീരുമാനം കൊണ്ടുവരണം. ഇന്നാലിന്റെ സർക്കാർ വിചാരിക്കണ്ട ഞാൻ UDF-ന്റെ ആളുമല്ല LDF-ന്റെ ആളുമല്ല. ഇത് പറയുമ്പോ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതൊന്നുമല്ല ഞാൻ ഈ പറയുന്ന വാക്കിന്റെ താല്പര്യം. 4 പെൺകുട്ടികളെ കാണാനില്ല. ഒന്ന് അമ്മൂട്ടിയാജിന്റെ മകളാ, ഒന്ന് അവറാൻകുട്ടിയാജിന്റെ മകളാ, ഒന്ന് മുന്നാലിന്റെ ബഹുമാനപ്പെട്ട അവർകളായ ജത്തീംഖാനിന്റെ പ്രസിഡന്റിന്റെ മകളാ. 4 കുട്ടികളെ കാണാനില്ല. എന്താ ഇനി പരിഹാരം? സർക്കാർ തെരഞ്ഞെടുത്ത് തരണം. ഇവൻ ഉണ്ടാക്കിയിട്ട് ഇവൻ ഇടങ്ങേറാക്കി ഇവൻ ഇക്കോലത്തിൽ നാശാക്കിയ കുട്ടികളെ തെരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിന്. അവർക്കുള്ള തല വെള്ളം പറഞ്ഞ നടക്കാം. അവര് ഇങ്ങനെ പുറമെ വരുമ്പോൾ വലിയൊരു വെള്ളം വേറെ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യാ? പെൺകുട്ടികളെ 4 ദിവസം കാണാനില്ല. കിഡ്സൺ കോർണറിൽ നിന്ന് നേരെ പാളയത്തേക്ക് ഒരു മാർച്ച്. സർക്കാർ നീതി പാലിക്കുക. ഏത് സർക്കാരാണെങ്കിലും വേണ്ടില്ല, ഏത് കാലത്താണ് ഇതന്നെ നമ്മൾ ചെയ്തത്.
അതിനെ പണിയെടുക്കണം. നേരത്തെ അക്കാര്യം ചിന്തിക്കണം. ഹബീബായ റസൂൽ പറഞ്ഞത് വൈകുന്നേരം ടിവിയുടെ ഫിലിം കാട്ടി കൊടുക്കാനല്ല, അള്ളാഹുവിന്റെ സത്യദീൻ പഠിപ്പിച്ചു, ഹബീബായ റസൂൽ പഠിപ്പിച്ചു. രാത്രിയായാൽ ഒരു വട്ടം ആമന റസൂലും അൽ ബഖറയുടെ തുടക്കത്തെ ആയത്തുകളും അൽ ബഖറയുടെ ഒടുക്കത്തെ ആയത്തുകളും ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് അന്ന് രാത്രി പിശാചെടുക്കുകയില്ല, ആ വീട്ടിലുള്ളവർക്ക് ഈമാനിക താല്പര്യം ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊക്കെ ഒഴിവാക്കിയ മനുഷ്യന്മാരെ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ ഉണ്ടാക്കുന്ന കാര്യം രാത്രിയായ തബാറക ഓതുക. തബാറക നിത്യമായി ഓതുന്ന ആൾക്ക് ഈമാൻ ഉണ്ടായേ തീരൂ, ഈമാൻ ഉണ്ടായിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രാത്രിയായാൽ ഒരാൾ തബാറക ഓതിയാൽ തുൻജീഹി മിൻ അദാബിൽ ഖബരി, തുൻജീഹി മിൻ അദാബിൽ ഖബരി, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് അവൻ നിതാന്തമായി രക്ഷപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുജാദില, ആ സൂറത്ത് അല്ലാഹുവിനോട് തർക്കിക്കും, മലക്കുകളോട് തർക്കിക്കും. മലക്കുകളെ ദിന്റെ ആളാണ്, ആദാ സ്വാഹിബി, ദിന്നെ പാരായണം എല്ലാ ഇശാ മഗ്രിബിന്റെ ഇടയിലും എല്ലാ രാത്രിയിലും എന്നെ പാരായണം ചെയ്ത ആളാണ്, അദ്ദേഹത്തെ തൊട്ടു പോകരുത് എന്ന് തബാറക എന്ന സൂറത്ത് മനുഷ്യരൂപം പൂണ്ടു വന്നിട്ട് ഖബറിൽ വന്ന് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. വളരെ ചിന്തിക്കണം. നമ്മൾ ഒഴിവാക്കിയില്ലേ വീട്ടിലായി എത്തിക്കഴിഞ്ഞാല് നേരം വെളുക്കുന്നവരെ വീട്ടിലിരുന്നിട്ട് സിനിമ കാണാ രാത്രി 12 മണി. പിന്നെന്തേ? ജീവിക്കാൻ ചുറ്റുപാടില്ല. അദാരിദ്ര്യമാണ്, ദാരിദ്ര്യത്തോട് ദാരിദ്ര്യം, പണക്കാരൻ തന്നെ ദാരിദ്ര്യം. 10 റുപ്യ ഉണ്ടായിട്ടെന്താ, ഇന്ന് ഈ ലോറി കുത്തി, നാളെ ആ ബസ് കുത്തി, പ്രശ്നത്തോട് പ്രശ്നം, എവിടെയും പ്രശ്നം. എന്താ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരളവിൽ മനസ്സിന്റെ അടിസ്ഥാനപരമായ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി തീരലാണ്. അതാണല്ലോ സത്യത്തിൽ ദാരിദ്ര്യം ഒഴിവാകൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബഹു ഫാഖത്തുൻ അബദാ. രാത്രിയായാൽ അൽ വാഖിഅ സൂറത്ത് ഓതുന്ന ഒരാൾക്കും ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആഭാസകരമായ ലോകമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ. വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. ഇന്ന് ഇത്രയേറെ ചാനലുകളും ഇത്രയേറെ കേബിൾ ചാനലുകളും ഉണ്ടായിട്ടും ഈ കാസറ്റ് കടകൾ സുലഭമായി വളർന്നുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇത്രയേറെ 100ഉം 120ഉം ചാനലുകളൊക്കെ കിട്ടുന്ന കേബിൾ സൗകര്യങ്ങൾ വീടുകളുണ്ട് നാ കേൾക്കുന്നത്. എങ്കിൽ പിന്നെ എന്തിനാ കാസറ്റ് കടകള്? അവിടെ വേറൊരു ഏർപ്പാടാണ് നടക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ചിത്രത്തിന്റെ കളർ ഒന്ന് മാറും. നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. സുലഭമായി കയ്യും കാലും വെച്ച് നടക്കുക. ഇങ്ങനെയുള്ള നീല ചിത്രങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ ചിന്തിക്കണം. വയസ്സായ ആളുകൾ പോലും അതിനൊക്കെ അടിക്കാം. വളരെ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികൾ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ആഭാസങ്ങളുള്ള വീടുകളിൽ ഒരിക്കലും അങ്ങനെയുള്ള കുടുംബത്തെ ഈ തമ്മാടിത്തരങ്ങളിൽ നിന്ന് വർജിക്കുക സാധ്യമല്ല. എല്ലാവരും ചിന്തിക്കണം. അതേപോലെ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യഭിചാരത്തെ പോലെ എന്നല്ല, ഒരു നിലക്ക് വ്യഭിചാരം പോലെ എന്നല്ല, വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി ഭയപ്പെടുത്തിയ മറ്റൊരു തമ്മാടിത്തരമാണ് സ്വർഗത്തിൽ തന്റെ വൈകാരികമായ താല്പര്യത്തെ ഒതുക്കുക എന്ന പ്രവർത്തനം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉറക്കാമീൻ പറയും, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. അത്തരം ആളുകൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല. എന്തിനാണ് നിസ്കരിക്കുന്നത്? ഈ ജാതി തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾ. എന്താ? ഞാൻ വിശദീകരിക്കുന്നില്ല. വടക്കേ മലബാറിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കോഴിക്കോടിലാണ് ഞാനിത് പറയുന്നത് എന്ന് എനിക്കറിയാം. ഇന്ന് രാവിലെ വന്നപ്പോ ഒരു വിദ്യാർത്ഥി, ഈ കൂട്ടത്തിലെ ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, ഉസ്താദേ, കോഴിക്കോടായതുകൊണ്ട് നിങ്ങൾ അക്കാര്യം കൂടി ഒന്ന് ഊന്നി പറയണം എന്ന്. നിങ്ങൾ ആലോചിക്കണം. പുറത്ത് ഒരു നാടിനെ കുറിച്ചുള്ള കേട്ടുകേൾവിയാണ് ഞാൻ ഈ പറയുന്നത്. വളരെ ചിന്തിക്കണം. അതിന്റെ പേരിൽ മാത്രം പ്രവർത്തിക്കുന്ന ലോഡ്ജുകൾ ഇവിടെ എന്താ റഹ്മത്ത്? അള്ളാന്റെ അദാബ് ഏത് നേരത്തും ഇറങ്ങാം. ഇതടിയിൽ മറിച്ചിട്ട് അള്ളാഹു അറബിക്കടലിൽ ചേർക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളാരും വലിപ്പല്ല. അള്ളാന്റെ റഹ്മത്ത് എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ഈ കോഴിക്കോടിന് അള്ളാഹു അടിമേൽ മറിക്കുമായിരുന്നു. എനിക്കറിയാം, നിങ്ങൾക്കറിയാലോ. വിശുദ്ധ ഖുർആൻ എങ്ങാനും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഈ
ഇത്യാദി തമ്മാടിത്തരങ്ങള് ഒരു നിലക്ക് വ്യഭിചാരത്തെക്കാൾ നികൃഷ്ടമായി ഖുർആൻ പറഞ്ഞ സംഘങ്ങൾ കാണാൻ. അഖൂഹും ലൂത്തുൻ, ലൂത്ത ജനതയിൽ പോയി പറഞ്ഞു അലൈഹിസ്സലാത്തു വസ്സലാം, അന്നി അലാ തത്തഖൂന ഇന്നി ലക്കും റസൂലുൻ അമീൻ ഫത്തഖുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുള്ളൂ, അല്ലാഹു അല്ലാത്തവരോട് ഞാൻ കൂലി ചോദിക്കുന്നില്ല. നിങ്ങളൊന്ന് സാംസ്കാരികമായി ഒരു നിലവാരത്തിലേക്ക് വരൂ എന്ന് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് പറഞ്ഞു. നിങ്ങൾ ആണുങ്ങളെ ആശ്രയിക്കുന്നു. ആണുങ്ങൾ അവരുടെ ലൈംഗിക ഇംഗിതം തീർക്കാൻ ഇത് വളരെ ആഭാസകരമാണ്, ഇത് വളരെ ആഭാസകരമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് വളരെ കടുത്ത ശിക്ഷ സമുദായം അതിന് നൽകേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് സമുദായത്തിന്റെ മുഖങ്ങളിൽ നിന്ന് അവരെ താഴേക്ക് ഇറക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം ആളുകളെ ഇമാമത്ത് പോലും നിർത്തരുത്. അത്തരം ആളുകളെ പിന്നിൽ ഇമാം ജമാഅത്ത് നടത്തിയാൽ ആ ഇമാം അവൻ ആരായാലും, അവൻ പള്ളിയിലായ ആളായാലും, അവൻ കമ്മിറ്റിയിലായ ആളായാലും, അവനെ തീങ്കാനയിലെ ആളായാലും, ആരായാലും അത്തരം ആളുകളെ പിന്നിൽ നമസ്കരിച്ചാൽ നിസ്കാരത്തിൽ പോലും അവന്റെ കൂലി അവന് ലഭിക്കുകയില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ കുടുങ്ങിയിട്ട് ഞാനിത് പറയാണ്, നിങ്ങളിത് ചിന്തിക്കണം, വളരെ ആലോചിക്കണം. ഞാൻ നിങ്ങളെക്കാൾ ലജ്ജയുള്ളവനാണ്. പക്ഷേ ഇന്നാഭാസകരമായി നമുക്കറിയാമല്ലോ, 2 ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, പത്രപ്രവർത്തകന്മാര് ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയെ കൊണ്ടുപോയിട്ട് ചെയ്ത തമ്മാടിത്തരം. ഒരു പെൺകുട്ടിയാണെങ്കിൽ അതൊരു പക്ഷേ മാനുഷികമായ ഭാവമാണല്ലോ എന്ന് കരുതി സമാധാനിക്കാം. അതിനതിൻ്റെതായ ശിക്ഷ ലഭിക്കുകയും വേണം, അല്ലാഹു കൊടുക്കട്ടെ. പക്ഷേ ഇത് ആഭാസകരം. പത്രം പോലും തുറന്നു നോക്കാൻ കഴിയില്ല, പത്രം പോലും തുറന്നു നോക്കാൻ കഴിയില്ല. എന്റെ കുട്ടി, എന്റെ 11 വയസ്സായ കുട്ടി എന്നോട് ഈ അടുത്ത ദിവസം ഈ പത്രത്തിലെ ഈ പ്രകൃതി വിരുദ്ധമായ ഈ വാക്കുകളെ കൊണ്ടുവന്നിട്ട് എന്താണ് ഈ പറയുന്ന കാര്യം എന്നോട് ചോദിച്ചു. വളരെ നിങ്ങൾ ആലോചിക്കണം. 11 വയസ്സായ കുട്ടി, എന്താ കുട്ടിയോട് പറയാനുള്ളത്? എന്താ അതിനക്ക് തിരിയൂല എന്ന് പറയാന്നല്ലാതെ എന്താ പറയാ? ആഭാസകരം. വീട്ടിൽ പത്രമെത്തിയ പേടിയ, കാരണം ആ ജാതി വൃത്തികേടാ. ഉമ്മയും ബാപ്പയും ഇരിക്കുന്നിടത്തേക്ക് പത്രം വന്നാ പേടിയ, ഭാര്യ ഇരിക്കുന്നിടത്തേക്ക് നാണല്ലേ മനുഷ്യന്മാരെ. ഈ കാര്യമൊക്കെ ഇത്ര വൃത്തികേടാണിത്. വളരെ ചിന്തിക്കണം. അള്ളാഹു ഒരു പ്രവാചകനെ തന്നെ അയച്ചത് ഇതുമായി മാത്രം എതിർക്കാനാ. അപ്പോൾ അതിന്റെ ഗൗരവം എത്രയാ? അള്ളാഹു തആല ഒരു പ്രവാചകനെ നിയോഗിച്ചത് ഈ തമ്മാടിത്തരം, ഈ നാശം, ഈ തമ്മാടിത്തരം അവസാനിപ്പിക്കാതെ രക്ഷപ്പെടുകയില്ല. നാണുണ്ടല്ലോ മനുഷ്യന്മാർക്ക് ഈ പ്രവർത്തനം ചെയ്യാൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ആണുങ്ങളെ സമീപിക്കുക. അള്ളാഹു നിങ്ങൾക്ക് ഇണയാക്കി തന്ന മിൻ അസ്വാജിക്കും, പെണ്ണുങ്ങളെ ഇണകളെ നിങ്ങൾ ഉപേക്ഷിക്കുക. വലിയ മോശമാണിത്. വൽ അൻതും ഖൗമുൻ ആദൂൻ, ഇത് വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്. വല്ലാതെ അതിന് തെറ്റിപ്പോയി. പാലു, അവരതിന്റെ രസം അറിഞ്ഞവരാ. അവര് പറഞ്ഞു, ഈ അടുത്ത ദിവസം തിരുവനന്തപുരത്തെ സ്വർഗ സംഭോഗികൾ മീറ്റിംഗ് കൂടി. നഊദു ബില്ലാഹ്. സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അമേരിക്കയിലല്ല ഇത്. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ അങ്ങനെ പ്രസംഗിച്ചിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ ഇടക്കൊക്കെ അവർക്ക് സ്വർഗ സംഭോഗികൾക്ക് വേണ്ടി പാർലമെന്റ് മണ്ഡലമുണ്ട് അമേരിക്കയില്. അങ്ങനെയുണ്ട്. അമേരിക്കയെ പറ്റി എന്തിനാ അമേരിക്കയെ പറയുന്നത്? നമ്മളെപ്പോലത്തെ ഒരു അമേരിക്ക ലോകത്തേക്ക് കടന്നു കയറിയിട്ട് അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ് എങ്ങനെ കേൾക്കോ? എന്തുകൊണ്ട്? അതിനേക്കാൾ വലിയ ശൈത്താനാണ് നീയ്. ഒരു ശൈത്താന്റെ കയ്യിൽ നിന്ന് അധികാരം വാങ്ങി മറ്റേ ശൈത്താന് കൊടുക്കേണ്ട ആവശ്യം എന്താ അള്ളാഹ്ക്കുള്ളത്? ഒക്കെ ശൈത്താനാണ്, രണ്ടും ശൈത്താനാണ്. ഒന്ന് വലിയ ശൈത്താനാണ്, ഒന്ന് വളർന്നു വരുന്ന ശൈത്താനാണ് എന്ന് വ്യത്യാസമുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. സ്വർഗ സംഭോഗികൾ ദൈവത്തിന്റെ നാട് എന്ന് സാഹിത്യകാരന്മാർ പറയുന്ന കേരളത്തിലാണ് സ്വർഗ സംഭോഗികൾ തിരുവനന്തപുരത്ത് മീറ്റിംഗ് കൂടിയത്. ട്രെയിനിൽ നിന്ന് കണ്ടുപോയ 2 ചെറുപ്പക്കാർ തമ്മിൽ കണ്ട് ട്രെയിനിന് പരിചയപ്പെട്ടപ്പോൾ ആൺകുട്ടികൾ 2 അവസാനം ഒന്നിച്ചു കൂടി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടേക്കാ മനുഷ്യരെ ഈ പോണത്? എന്താ നമ്മളെ ഉദ്ദേശം? വളരെ ചിന്തിക്കണം. ഇതൊക്കെ അവസാനത്തെ നാശമാണ്. ഇത് വളരെ വലിയ നാശമാണ്. അള്ളാഹുവിന്റെ ഖിയാമം വരുന്നതിന് മുമ്പ് കേരളം അറബിക്കടലിൽ മുങ്ങണ്ടെങ്കിൽ ഈ കാര്യത്തെ കുറിച്ച് ഗൗരവാവഹമായി ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഖിയാമം വരുന്നതൊന്നും കാത്തിന് അള്ളാഹു നമ്മെ നിർത്തുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ബഹുമാനപ്പെട്ട ലൂത്ത് നബി പറഞ്ഞു, ഇന്നീല അമലിക്കും മിനൽ ഖാലി, നിങ്ങളെ ഈ പണിയോട് എനിക്ക് വലിയ വെറുപ്പാണ്. റബ്ബിനജ്ജിനി വഅഹ്ലി മിമ്മാ യഅമലൂന, അല്ലാഹുവേ ഇവർ ഈ ചെയ്യുന്ന വൃത്തികേട് എന്റെ കുടുംബത്തെയും എന്നെയും കാത്തു രക്ഷിക്കണമേ. ഫനജ്ജൈനാഹു വഅഹ്ലഹു അജ്മഈൻ, അങ്ങനെ നാം ലൂത്തിനെയും ലൂത്തിന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി. ഇല്ലാ ജൂസൻ, ഒരു കിളവിയെ രക്ഷപ്പെടുത്തിയില്ല. ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു ഈ കിളവി. ഈ കിളവിയാകട്ടെ ഈ ആണുങ്ങളെ പ്രാപിക്കുന്നതിനെ കൂട്ടിക്കൊടുപ്പുകാരിയായിരുന്നു. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു അവിടെ പറയുന്നുണ്ട്, അവർക്ക് മഴ പെയ്ത അള്ളാഹു തആല നശിപ്പിച്ചത്. എന്താ മഴ അടുത്തൊരായത്തിൽ പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. സൂറത്ത് ഹൂദിന്റെ 77, 78, 79, 80, 81, 82, 83 വരെ, 77 മുതൽ 83 വരെ. അത്തരം ആളുകളെ മുൻഭാഗത്ത് നിന്ന് സൊസൈറ്റിയുടെ മുന്നിൽ നിന്ന് വലിച്ചിടണം. അവരാരാകിലും വലിച്ചിടണം. ഇതൊക്കെ വളരെ ആഭാസകരമായ കാര്യമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് ജീവിത ശുദ്ധി നൽകട്ടെ. അള്ളാഹു ജീവിത ശുദ്ധി നൽകട്ടെ. അള്ളാഹു ജീവിത ശുദ്ധി നൽകട്ടെ. ഇത്തരം എല്ലാ പ്രവർത്തനത്തോട്ടും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. وقال هذا يوم عصيب وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزوني في ضيفي أليس منكم رجل رشيد. അല്ലാഹു തആല ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിച്ചു. എങ്ങനെ? മലക്കുകൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഒരഭിപ്രായ പ്രകാരം 3 മലക്ക്, ഒരഭിപ്രായ പ്രകാരം 4 മലക്ക്, 4 മലക്ക്. ഒന്ന് ജിബ്രീല്, ഒന്ന് മീകായില്, ഒന്ന് ഇസ്രാഫീല്, പിന്നെ 10ൽ പെടാത്ത വേറൊരു മലക്കും. ഇങ്ങനെ 4 മലക്കിനാണ് എന്ന അഭിപ്രായം. ഒരഭിപ്രായം 3 മലക്ക്. ഏതായാലും സുന്ദരക്കുട്ടന്മാരായ ആൺകുട്ടികളുടെ രൂപത്തിൽ ബഹുമാനപ്പെട്ട ലൂത്ത് നബിയുടെ നാട്ടിലേക്ക് അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകൾ ചെറുപ്പക്കാരായ ആൺകുട്ടികളെ പോലത്തിൽ വന്നു. ഇവരിനോടുകൂടെ ലൂത്ത് നബിക്ക് പേടിയായി. വീട്ടിൽ വന്ന് കയറി വരുന്നേര്, പക്ഷേ നാട്ടുകാർ വിടൂല. ആകെ പേടിയായി. എന്നല്ല, ഈ കുട്ടികൾ വന്ന് കയറുമ്പോ നല്ല ചെറുപ്പക്കാരായ ചൊങ്കന്മാരായ കുട്ടികൾ വന്ന് കയറിയപ്പോ കാലം ലൂത്ത് നബി പറഞ്ഞു, ഇന്ന് വലിയ അപകടം പിടിച്ചൊരു ദിവസമായി പോയല്ലോ പടച്ചോനെ. ഇന്ന് എന്റെ ജീവിതത്തിൽ വലിയ അപകടം. എങ്ങനെ ഞാൻ ഇവരെ രക്ഷപ്പെടുത്താം? വിരുന്നേരല്ലേ, ഇറങ്ങിപ്പോകാൻ പറയാനോട്ട് പറ്റൂല. എന്താ ചെയ്യാ? ലൂത്ത് നബി വിഷമിച്ചു. ആ കുട്ടികൾ, ചെറുപ്പക്കാരായ ഈ ചൊങ്കന്മാരായ കുട്ടികൾ വീട്ടിൽ വന്ന് കയറിനോടുകൂടെ പാഞ്ഞിട്ട് വിരളി പിടിച്ച കൂറ്റന്മാരെ പോലെ നാട്ടുകാരുന്നായിട്ട് ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് തള്ളിക്കേറി എന്ന ഒരഭിപ്രായ പ്രകാരം ലൂത്ത് നബിയുടെ ഭാര്യ പോയി അറിയിച്ചു, നല്ല ഒരു ചെറുപ്പക്കാരായ 3-4 കുട്ടികൾ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് എന്ന്. മലക്കുകളാണ് ഇത്, ലൂത്ത് നബിക്ക് അറിയൂല. അള്ളാഹു അമ്പിയാക്കന്മാർക്ക് അറിയിച്ചു കൊടുത്ത ഒയ്ബുകൾ അല്ലാതെ മറ്റൊന്നും അവർക്ക് അറിയുകയില്ല. എന്നാൽ അവർക്കാണ് അറിയിച്ചു കൊടുക്കുക. അറിയിച്ചാൽ അറിയും, അത്രേ അറിയൂ. അല്ലാമുൽ ഗുയൂബ് അള്ളാഹു മാത്രം, ഒരാൾക്കും അധികാരമല്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് അറിയും. ഇതാണ് സുന്നത്തിയമായിട്ടുള്ള വിശ്വാസം. എന്നാൽ അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് അവര്. അല്ലാഹു സുബ്ഹാനഹു ഇല്ല റസൂൽ, പ്രവാചകന്മാരെ പോലെയുള്ള അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് അള്ളാഹു പല കാര്യങ്ങളും അറിയിച്ചു കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ലൂത്ത് നബി ഇത് കണ്ട പാകം പേടിച്ചു. നാട്ടുകാര് വേറെള്ളി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ലൂത്ത് നബി പറഞ്ഞു, മനുഷ്യന്മാരെ, എന്റെ പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്, ഞാനാകട്ടെ കൈക്കാരനുണ്ട്. ഈ പെൺകുട്ടികളാണ് ഏറ്റവും നിങ്ങൾക്ക് യോഗ്യമായ, ശുദ്ധമായ, യോഗ്യമായത്. ഞാൻ ആ പെൺകുട്ടികളെ നിങ്ങൾക്ക് കെട്ടിച്ചേരാ. നാട്ടുകാരെ, എന്റെ മുന്നിൽ ഇട്ടിട്ട് എന്റെ വിരുന്നേര കുട്ടികളെ നിങ്ങൾ വഷളാക്കരുത് ദയവായിട്ട് എന്ന് ബഹുമാനപ്പെട്ട ലൂത്ത് നബി പറഞ്ഞു. എന്ന് വിവേകമുള്ള ഒരാൾ പോലും നിങ്ങളെ കൂട്ടത്തിലില്ലേ? ഞങ്ങൾ കെഞ്ചി പറയാണ്, ഒരിക്കലും നിങ്ങൾ എന്റെ അടുത്തേക്ക് ഈ വൃത്തികേടും കാണിച്ചു കൊണ്ടുവരരുത്. എന്റെ വിരുന്നുകാരെ ബുദ്ധിമുട്ടാക്കരുത്. അലൈസമിൻകും റജുലുൻ റഷീദ്, ഒരു വിവേകമുള്ള ആൾ പോലും നിങ്ങളെ കൂട്ടത്തിലില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, ലൂത്തേ അലൈഹി സ്വലാത്തു വസ്സലാം, ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്, നീ ആവശ്യമില്ലാതെ വർത്താനം പറയരുത്. ഞങ്ങൾക്ക് ഈ പെൺകുട്ടികളൊന്നും
ആവശ്യമില്ല. ഇതിനേക്കാൾ ചൊങ്കത്തികളായ പെൺകുട്ടികൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ പാഞ്ഞു കൊച്ചനാടിനെ പോലെ നടക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. വളരെ ചിന്തിക്കണം. അല്ലാഹു മൽഊനാൻ എന്നല്ല ഹബീബാർ, അല്ലാഹു മൽഊനാക്കിയവനാണിവൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ഇവനെ മൽഊനാക്കി, 3 വട്ടം മൽഊനാക്കി എന്ന് ഇനി ഹദീസ് പറയാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക പ്രിയപ്പെട്ട മുഅ്മിനെ, ചിന്തിക്ക്. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഇതാ അവര് പറഞ്ഞു, മാലനാ ഫീ ബനാതിക മിൻ ഹഖ്ഖിൻ വ ഇന്നക ലതഅലമു മാ നുരീബ്. നിനക്കറിയാലോ എന്തിനാ ലൂത്തേ നീ കളിക്കണത്, ഈ കുട്ടിയെ പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല നിനക്കറിയാലോ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാല. ലൂത്ത് നബി മനസ്സിന്റെ ഇടുക്കം, വിഷമം. ലൂത്ത് നബി പറഞ്ഞു, ലൗ അന്ന ബി ഖുവ്വ ലൗ അന്ന ലീ ബികും ഖുവ്വ ഔ ആവി ഇലാ റുക്നിൻ ശദീദ്. എനിക്കെങ്ങാനും നിങ്ങളെ എല്ലാത്തിനെയും അടിച്ചു പരത്താൻ മാത്രമുള്ള ശക്തി അല്ലാഹു നൽകിയിരുന്നുവെങ്കിൽ ഒരൊറ്റൊന്നിനെ ഞാൻ ഇവിടെ വിടുമായിരുന്നില്ല. എനിക്ക് നല്ല തടിമിടുക്കുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നുവെങ്കിലും അത് രണ്ടും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ലൂത്ത് നബി, എനിക്ക് നിങ്ങളെ ആട്ടിച്ച് പരത്താൻ മാത്രമുള്ള ശക്തി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ശരിയാക്കും. ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഞാൻ ആ കുടുംബത്തിന്റെ ബലത്തിൽ ഞാൻ എന്റെ മക്കളും നിങ്ങളെ ആട്ടിച്ച് ശരിയാക്കും. എനിക്ക് ആകുള്ളത് പെൺകുട്ടികളായി പോയല്ലോ എന്ന് വിലപിക്കുകയാണ്. അങ്ങനെ അവസാനം വിലപിച്ച് കാലു. ഇതൊക്കെ കേട്ടിരുന്ന മലക്കുകളായ ഈ കുട്ടികൾ എന്ത് പറഞ്ഞു? ഇത് കേട്ട് നിൽക്കുകയാണല്ലോ, ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നവരാണ് ഈ ആളുകൾ, നാട്ടുകാർ. കാലു ആ വന്ന ചെറുപ്പക്കാർ പറഞ്ഞു, യാ ലൂത്ത്, ലൂത്തയെ പേടിക്കണ്ട, ഇന്നാ റസൂലു റബ്ബിക് ലൻ യസ്ലു ഇലൈക ഫആസിരി ബിഅഹ്ലിക ബിഖിതഇൻ മിനൽ ലൈൽ വലാ യൽതഫിത് മിൻകും അഹദുൻ ഇല്ലാ ഇംറഅതക ഇന്നഹു മുസീബുഹാ മാ അസാബഹും ഇന്ന മൗഇദഹും അസ്സുബ്ഹു അലൈസ അസ്സുബ്ഹു ബിഖരീബ്. ലൂത്തയെ പേടിക്കണ്ട, ഞങ്ങൾ ആൺകുട്ടികളൊന്നല്ല, ഞങ്ങൾ ആരാണ്? മലക്കണം. നാട്ടുകാരെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നോക്ക്, ലൂത്തയെ പേടിക്കണ്ട, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോകാൻ പോവാ. ഒക്കെ വളരെ ചിന്തിക്കണം. അതായത് ഒരു നാട്ടിൽ അല്ലാഹു തആല ഒരു തെമ്മാടിത്തരത്തിന്റെ മേൽ അദാബ് ഇറക്കുകയാണ് എങ്കിൽ നല്ലോനെ കൂടി അല്ലാഹു തആല രക്ഷപ്പെടുത്തൂല. നല്ലൊരു എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ അവരും അതിൽ പെട്ടുപോകും. അല്ലാഹു തആല ലൂത്തിനോട് പറഞ്ഞു അലൈഹി സ്വലാത്തു വസ്സലാം, എത്രയും പെട്ടെന്ന് വേഗം അസിരി പറഞ്ഞാൽ രാത്രി നടക്കണം. ഇസ്രായിൽ നിന്നാണ് അസിരി എന്നുള്ള വാക്കുള്ളത്. എത്രയും പെട്ടെന്ന് വേഗം പോയി കോളു ഇവിടുന്ന് നാട്ടിൽ നിന്ന് പുറത്തു. കൂട്ടത്തിൽ ആരും തിരിഞ്ഞു നോക്കരുത്. ഇവിടെ പലതും നടക്കും, അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. എന്നാൽ നിങ്ങളെ ഭാര്യ തിരിഞ്ഞു നോക്കും. എന്തുകൊണ്ടെന്നാൽ ഇവൾ തിരിഞ്ഞു നോക്കുകയും അവൾക്ക് ഈ നാട്ടുകാർക്ക് പറ്റുന്നൊക്കെ പറ്റുകയും ചെയ്യും. ഏതായാലും കൊണ്ടുപോയിക്കോളൂ എന്ന് ബഹുമാനപ്പെട്ട ലൂത്ത് നബിയോട് പറഞ്ഞു. സുബഹിൽ ഈ നാടിനെ ഞാൻ നശിപ്പിക്കും. സുബഹി വളരെ അടുത്തായിട്ടുണ്ട്. അതായത് സുബഹിയുടെ തൊട്ട് മുമ്പ് രാവേറിച്ചെന്ന യാമത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണം ഉണ്ടായത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليهم حجارة من سجيل. ജോർദാനിലാണ് ഈ സംഭവം നടന്നത് എന്ന പ്രധാനപ്പെട്ട അഭിപ്രായം. ജോർദാനിലാണ് നടന്നിട്ടുള്ളത്. ജോർദാന്റെ ചാവുകടൽ ഇതാണിത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങോട്ട് പൊക്കി മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ പറയുന്ന ഒരു തഫ്സീർ കാണാം. ഇമാം ഖുർത്തുബി തങ്ങൾ അത് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ജിബ്രീൽ നാടിനെ ഒറ്റക്ക് അടിമയിലെടുത്തിട്ടാണ് പൊക്കി കോഴിയുടെ ഒച്ച ആകാശത്ത് കേൾക്കാവുന്ന ദൂരത്തിലേക്ക് ഇങ്ങനെ തഫ്സീർ പറയുന്നുണ്ട്. അങ്ങോട്ട് പൊക്കി എടുത്തിട്ട് ജിബ്രീൽ തന്റെ ചിറകിൽ ഈ നാടിനെ അങ്ങോട്ടിട്ട് എടുത്ത് പൊക്കിയിട്ട് ഒറ്റ തിരിച്ചിടൽ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിനു മുമ്പ് വേറെയും ചില നാശങ്ങൾ അവർക്കുണ്ടായി. ആദ്യം അവർക്ക് കല്ലിന്റെ മഴ പെയ്തു, എന്നിട്ടാണ് എടുത്തു പൊക്കിയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി പറയാൻ പോണ ആയത്താണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള വാക്ക്.
ഇനി പറയാൻ പോണ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ആ നാട്ടുകാരെ അടിമേൽ മറിച്ചു. അല്ലാഹു തആല കല്ലുകൊണ്ട് അവരെ എറിഞ്ഞു. അല്ലാഹു തആല അവരെ മേൽ റജ്മ് നടപ്പിലാക്കി, ശിക്ഷ നടപ്പിലാക്കി. എന്നിട്ട് ആ ഭൂമിയെ അല്ലാഹു തആല അടിമേൽ മറിച്ചു. എന്നിട്ട് അവസാനം അല്ലാഹു പറയുന്നുണ്ട്, വമാ ഹിയ മിനൽ-ളാലിമീന ബിബഈദ്. ഇത്തരം അക്രമം ചെയ്യുന്ന ആളുകൾക്ക് ഏത് കാലത്തും ഈ ശിക്ഷയൊന്നും വിദൂരമല്ല. ഇവിടെയാണ് വലിയ വിഷയം. മനസ്സിലായില്ല? വലിയ വിഷയം. ഇത്തരം ശിക്ഷകൾ ഇത്തരം അക്രമം ചെയ്യുന്ന ആളുകൾക്ക് ഒരു കാലത്തും വിദൂരമല്ല. കേരളത്തിൽ നടക്കാം. ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ? ഏതായത്ത് സൂറത്ത് ഹൂദിന്റെ 83-ാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നടക്കാം, കോഴിക്കോട്ട് നടക്കാം. പ്രകൃതി വിരുദ്ധമായ ലൈംഗിക പ്രവർത്തനം നടത്തിയാൽ അത് വളരെ ആഭാസകരമാണ്. ഉടനടി ശിക്ഷ വരും. ഏത് കാലത്തും ഈ ശിക്ഷയൊക്കെ നടപ്പിലാക്കാം എന്ന് അല്ലാഹു തആല അവസാനം താക്കീത് ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഇമാം തുബ്റാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹു സബ്അതൻ മിൻ ഖൽഖിഹി മിൻ ഫൗഖി സബ്ഇ സമാവാതി. അല്ലാഹു തആല 7 വിഭാഗം ആളുകളെ ശപിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ എണ്ണി പറയുന്നില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറദ്ദദൽ ലഅന. അല്ലാഹു തആല ലഅനത്തിനെ ആവർത്തിച്ച് പറഞ്ഞു, അലാ വാഹിദിൻ മിൻഹും സലാസ. ഓരോരുത്തർക്കും 3 വട്ടം അല്ലാഹു തആല ലഅനത്ത് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ലഅന കുല്ല വാഹിദിൻ മിൻഹും ലഅനതൻ തക്ഫീഹി. അവൻ എല്ലാ കാലത്തും നശിക്കാൻ മാത്രമുള്ള ലഅനത്ത് അല്ലാഹു പറഞ്ഞു. ആദ്യമായി ലഅനത്ത് പറഞ്ഞത് മൽഊനുൻ മൻ അമില അമല ലൂത്തിൻ, മൻ അമില അമല ഖൗമി ലൂത്തിൻ. ലൂത്ത് നബിയുടെ നാട്ടുകാർ ചെയ്ത പണി ആരെങ്കിലും ചെയ്താൽ ഫഖാലഹാ താനിയ. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, മൽഊനുൻ മൻ അമില അമല ഖൗമി ലൂത്തിൻ, മൽഊനുൻ മൻ അമില അമല ഖൗമി ലൂത്തിൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇമാം തുബ്റാനി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബൈഹഖി രേഖപ്പെടുത്തി, അർബഅത്തു യുസ്ബിഹൂന വയുംസൂന ഫീ വളബില്ലാ. രാവും പകലും ഒരു വിഭാഗം ആളുകൾ, 4 വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ ദേശത്തിലായിരിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗം സാന്ദർഭികമായി പറയേണ്ടതുകൊണ്ട് പറയാണ്. ഒരു വിഭാഗം അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ. ആണുങ്ങളെ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ കോലത്തിൽ വസ്ത്രം ധരിക്കുന്നവര്. അതേപോലെ തന്നെ വൽ മുതശബ്ബിഹാത്തു മിനൻ നിസാഇ ബിർരിജാലി. ഈ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആണുങ്ങളെ പോലെ വസ്ത്രം ധരിക്കുന്നത് ഇന്നൊക്കെ ഉണ്ടല്ലോ. ഇന്നിപ്പത് ഒരു ഫാഷനാ അല്ലെ? ഈ ജീൻസ് ഒക്കെ ഇട്ടിട്ട് പെണ്ണുങ്ങളെ കൊണ്ടിടക്കാം. വലിയ ആജ്യമാരൊപ്പം പെൺകുട്ടികൾ പോവാ. അങ്ങനെ മക്കളായിരിക്കും. എന്നിട്ട് വലിയ ആളുകൾ വളരെ വലിയ മൽഊനാൻ. അല്ലാഹു തആല ലഅനത്ത് ചെയ്തു. അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്തു. അവർ രാവും പകലും അല്ലാഹുവിന്റെ കോപത്തിലാണ്. മറ്റൊരു വിഭാഗം ആളുകൾ വല്ലദീ യഅതിർ റിജാല ആണുങ്ങളെ സമീപിക്കുന്നവരാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബൈഹഖി രേഖപ്പെടുത്തി. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടുപോയാൽ യഅമലു അമല ഖൗമി ലൂത്തിൻ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല. രണ്ടാളെയും നിങ്ങൾ കൊല്ലണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം അബൂദാവൂദ് വളരെ സ്വഹീഹായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാ വിചാര കടുത്ത ശിക്ഷയെ അല്ലാഹുവിന്റെ സത്യദീൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം താമസിച്ചു. പക്ഷെ നിബന്ധനകളുണ്ട്. നിബന്ധനകൾക്ക് അധിഷ്ഠിതമായിരിക്കും ശിക്ഷ. എന്താ നിബന്ധന? വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വ്യഭിചാരം നടത്തിയ ആളുകൾക്ക് ശിക്ഷയുണ്ട്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ എന്താണ് നിബന്ധനകളുണ്ട്? ഒന്ന്, കുറ്റകൃത്യം ശറഅ് ഉറപ്പാക്കണം. കുറ്റകൃത്യം ഉറപ്പായിരിക്കണം. ഇത് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ. കുറ്റകൃത്യം ഉറപ്പാകണം, എന്നാലേ ശിക്ഷിക്കൂ. 1. 2, കുറ്റം തെളിയിക്കുന്നതിന് 2 സാക്ഷി പോരാ, 4 സാക്ഷി വേണം. പെണ്ണിന്റെ സാക്ഷി പരിഗണിക്കുകയുമില്ല. വ്യഭിചാരം, ലൂത്തിയ്യത്തും ഒക്കെ. വ്യഭിചാരമാകട്ടെ, ലൂത്തിയ്യത്താകട്ടെ, എന്തോ ആകട്ടെ, ഏത് പ്രവർത്തനമാകട്ടെ, അതൊക്കെ ഈ ആഭാസകരമായ കാര്യങ്ങളൊക്കെ തെളിയിക്കണമെങ്കിൽ 4 സാക്ഷികൾ വേണം. വളരെ ചിന്തിക്കണം. ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് പത്രമാസികകളിൽ കാണുന്ന ചില വിഷയങ്ങൾ പൊക്കിപ്പിടിച്ചു പറയുന്ന ഒരു ഏർപ്പാട് നമ്മൾക്കിടയിലുണ്ട്. അത് പത്രക്കാരനെ പോലെ തന്നെ നമ്മളോ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. 2 സാക്ഷികൾ വേണം, 4 സാക്ഷികൾ വേണം. പെണ്ണുങ്ങളെ സാക്ഷിത്വത്തെ പരിഗണിക്കുകയില്ല. തമ്മാടിത്തരം ചെയ്തവരുടെ സാക്ഷിത്വത്തെയും
പരിഗണിക്കുകയില്ല, അതും പരിഗണിക്കുകയില്ല. നോക്കൂ, സാക്ഷികൾ വ്യഭിചാരം ആരോപിക്കണമെങ്കിൽ വ്യഭിചരിക്കുന്നതായി, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അത് ചെയ്യുന്നതായി നേരിട്ട് സാക്ഷികൾ 4 ആളും കണ്ടിരിക്കണം. തന്നെ കാണണം, അങ്ങനെ തന്നെ കണ്ടിരിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല, പണ്ഡിതന്മാരോട് വെച്ചാൽ അതിന് വിശദമായി പറഞ്ഞുതരും. ഞാൻ പറഞ്ഞിരുന്നില്ല, ഒരു സദസ്സാണല്ലോ, ഞാൻ പറഞ്ഞിരുന്നില്ല. അതിന്റെ പരിചയമുണ്ട്, അതിന്റെ പരിചയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ കണ്ടിരിക്കണം. വ്യഭിചാരോപണം നടത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെ തെളിഞ്ഞാൽ അവന് വിവാഹം കഴിക്കാത്തവനാണെങ്കിൽ 100 അടി അടിക്കുകയും അവനെ 1 വർഷം നാട് കടത്തുകയും ചെയ്യും. പെണ്ണാണെങ്കിൽ 100 അടി അടിക്കും. പിന്നെ വ്യഭിചാരിച്ചവൻ വിവാഹം കഴിച്ചവനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലും. സൂറത്തുന്നൂറിന്റെ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. അവരെ 100 അടി അടിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മായിസ് ബിൻ മാലിക് എന്ന സ്വഹാബി വ്യഭിചരിച്ചപ്പോൾ അല്ലാഹു തആല ഫർജിമുഹു, അദ്ദേഹത്തെ നിങ്ങൾ കൊല്ലൂ, എറിഞ്ഞു കൊല്ലൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു. കാരണം അദ്ദേഹം ഭാര്യയുള്ള ആളായിരുന്നു. എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിച്ച സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എറിഞ്ഞു കൊല്ലും. പക്ഷേ നിയമമുണ്ട്. 1 ശിക്ഷ തെറ്റ് ചെയ്തത് ഉറപ്പായിരിക്കണം. 2 4 സാക്ഷികൾ വേണം. അതോടുകൂടെ പെണ്ണുങ്ങളെ സാക്ഷി പരിഗണിക്കുകയില്ല, തമ്മാടികളെ സാക്ഷി പരിഗണിക്കുകയില്ല. അതിന് പുറമെ ഈ സാക്ഷികൾ ഈ കർമ്മം ചെയ്യുന്നതായി തന്നെ നേരിട്ട് കണ്ടിരിക്കണം. വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നിസായിക്കും ഫസ്തശീദു അലൈഹിന്ന അർബഅതം മിൻകും. ആണുങ്ങളെ കൂട്ടത്തിലുള്ള 4 ആള് സാക്ഷി നിൽക്കണമെന്ന് സൂറത്തുൻ നിസാഇന്റെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം, എല്ലാവരും ചിന്തിക്കണം. വ്യഭിചാരം വളരെ നാശമാണ്, എന്നാൽ അതുപോലെ നാശമാണ് വ്യഭിചാരം പറയൽ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് വളരെ നാശമാണ്. ഇനി പറയുന്നവർക്ക് അങ്ങാടി പറയാൻ പാടില്ല, ഹാക്കിമിന്റെ മുന്നിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ. ഒരു കാര്യത്തെ പരസ്യമായി പറയുന്ന അള്ളാഹുവിന്, ചീത്ത പരസ്യമായി പറയുന്ന അള്ളാഹുവിന് ഇഷ്ടമില്ല. അള്ളാഹു പറയുന്നു, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ. വളരെ ചിന്തിക്കണം. മര്യാദകൾ റമദാൻ മാസത്തില് അവനവന്റെ അമല് ബാത്തിലാക്കാൻ നടക്കണ്ട. വളരെ ചിന്തിച്ചോ, വളരെ ആലോചിച്ചോ. എല്ലാരും ചിന്തിച്ചു കൊള്ളുക, എല്ലാരും മനസ്സിലാക്കി കൊടുക്കുക. മുഅ്മിനീങ്ങളെ അമല് ഫാസിലാക്കാൻ വേണ്ടിയിട്ട് പല തമ്മാടികൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അവർക്ക് ഈമാൻ ഇല്ല, അവര് മുഅ്മിനും അല്ല, അവര് മുസ്ലിമും അല്ല, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, അവർക്ക് നോമ്പില്ല, അവർക്ക് വസ്വാസ് മാത്രമേ ഉള്ളൂ. അക്കൂട്ടത്തിൽ കൂടണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ആരെങ്കിലും തമ്മാടിത്തരം ചെയ്താൽ അവൻ തമ്മാടി തന്നെ. ഇതിൽ ഞാൻ ഒരഭിപ്രായം പറയണില്ല, അവൻ തമ്മാടി തന്നെ. പക്ഷേ തമ്മാടിത്തത്തെ ശർഈയായ ഖുർആന്റെ മാനദണ്ഡം അനുസരിച്ച് സ്ഥിരപ്പെടണം. വളരെ ചിന്തിക്കണം. ഖുർആന്റെ മാനദണ്ഡം അനുസരിച്ച് അത് സ്ഥിരപ്പെടണം. ഖുർആനാണല്ലോ പറയേണ്ടത്, നിങ്ങൾ പത്രമല്ല പറയേണ്ടത്, നിങ്ങളെ ചാനലല്ല പറയേണ്ടത്, മനോരമയല്ല പറയുന്നത്, മാതൃഭൂമിയല്ല പറയുന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു വ്യഭിചാരം പറയണമെങ്കിൽ വ്യഭിചാരം പറയുന്ന 4 സാക്ഷിയെ കൊണ്ടുവരണം. ആ 4 സാക്ഷിയും ആ പണി ചെയ്യുന്നതായി നേരിട്ട് കണ്ടിരിക്കണം. വ്യഭിചാരശാലയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് കണ്ടാൽ പോരാ. ഒരാളെ റൂമിൽ പെൺകുട്ടി കയറിയതായി കണ്ടാലും പോരാ. അത്തരം ആളുകളെയൊക്കെ ഹാക്കിമിന് ശിക്ഷിക്കാം, സജർ ചെയ്യാം. അല്ലാതെ വ്യഭിചാരത്തിന്റെ ശിക്ഷ അല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. വളരെ ആലോചിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് ഇങ്ങനെ സാക്ഷികൾ തെളിയിക്കണം, സാക്ഷിത്വ രൂപത്തിലെ തെളിയിക്കണം. 4 ആള് സാക്ഷി വേണം. 3 ആളുകൾ സാക്ഷി പറഞ്ഞു, ഒരാൾ സാക്ഷി എതിരാണ് പറഞ്ഞെങ്കിൽ ശിക്ഷ 3 ആൾക്കുണ്ടാവും. മനസ്സിലായില്ല നിങ്ങൾക്ക്? 4 ആള് സാക്ഷി പറയണം. ഭൂരിപക്ഷം പോലും ഇതിൽ പരിഗണിക്കൂല എന്നർത്ഥം. ശറഈന്റെ തീരുമാനം പറയുന്നത് 4 ആള് സാക്ഷി പറയണം. എന്നാൽ അതിൽപ്പെട്ട ഒരാള് എതിരായി പറഞ്ഞു, അല്ലെങ്കിൽ അവൻ ആദ്യം പറഞ്ഞ സാക്ഷിത്വത്തെ അവൻ പിൻവലിച്ചു, എന്നാൽ ഭൂരിപക്ഷം പോലും പരിഗണിക്കുകയില്ല. 4 നസാൻ അർബഅതം മിൻകും. അർബഅൻ എന്ന് പറഞ്ഞു, ഭൂരിപക്ഷമല്ല. എന്തെന്നെ വേണം? 4 ആൾ സാക്ഷി തന്നെ വേണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ശിക്ഷ ആരോപിച്ചവർക്കായിരിക്കും ഉണ്ടാവുക എന്ന് വല്ലദീന യർമൂനൽ മുഹ്സനാതി ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدا. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ 4-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു.
ഒരാള് വ്യഭിചാരോപണം നടത്തി, എന്നാൽ 4 സാക്ഷികളെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആരോപിച്ചവർക്ക് 80 അടി അടിക്കും. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? 4 സാക്ഷി ഇല്ലാതെയായി വന്നാലും വളരെ ചിന്തിക്കണം. അവസാനിപ്പിക്കാൻ വളരെ ചിന്തിക്കണം. ഇന്ന് പത്രക്കാര് പറയുന്നത് ഏറ്റു പറഞ്ഞിട്ട് ഈമാന്റെ തടി കിടക്കണ്ട. എല്ലാരോടും ഞാൻ പറയാം, വളരെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാ. ചാനലുകാരും പത്രക്കാരും പറയുന്ന തമ്മാടിത്തരം ഏറ്റു പറയരുത്. വളരെ ചിന്തിക്കണം. ആരാകിലും എന്താകിലും, എന്നാൽ തമ്മാടി തന്നെയാണ്. പക്ഷെ തെളിയിക്കപ്പെടണം. അല്ലാത്ത കാലഘട്ടത്തിലോ അത് പറഞ്ഞാൽ പറഞ്ഞോന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ കലാമ് പറഞ്ഞിരിക്കുന്നു, ഖുർആൻ പറഞ്ഞിരിക്കുന്നു. വ്യഭിചാരം നാശമാണെങ്കിൽ നോക്കൂ, 7 വൻദോഷങ്ങളിൽ ഒരു കാര്യം പറഞ്ഞത് ഇല്ലാത്ത വ്യഭിചാരോപണം നടത്തുക 7 വൻദോഷമാണ്. അസ്ഹറു അക്കൂട്ടത്തിൽ വ്യഭിചാരത്തെ പറഞ്ഞിട്ടില്ല. വളരെ ചിന്തിക്കണം. അക്കൂട്ടത്തിൽ പറഞ്ഞില്ല. വ്യഭിചാരം വലിയ മോശം തന്നെയാ. അക്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അക്കൂട്ടത്തിൽ പറഞ്ഞ അശ്ശിർക്കു വസ്സിഹ്റു, പിന്നെന്താ പറഞ്ഞ الشرك بالله والسحر وقتل النفس التي حرم الله إلا بالحق وأكل الربا وأكل مال اليتيم والتولي يوم الزحف وقذف المحصنات المؤمنات الغافلات. 7 വൻകുറ്റങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വ്യഭിചാരത്തെ പറഞ്ഞത്. വ്യഭിചാരം വലിയ കുറ്റാണെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞത് വ്യഭിചാരമല്ല, പിന്നെയോ വ്യഭിചാര ആരോപണമാണ്. വ്യഭിചാര ആരോപണമാണ്. വളരെ ചിന്തിക്കണം. അറിഞ്ഞാൽ പോലും പറയാൻ പാടില്ല. പറയാം ഹാക്കിമിന്റെ മുന്നിൽ, പറയാം ഹാക്കിമിന്റെ മുന്നിൽ, അല്ലെങ്കിൽ സാക്ഷിയെ തീരുമാനിക്കാൻ. അതിന്റെ മസ്ലഹത്തിന് വേണ്ടി നമ്മൾ 4 കണ്ടല്ലോ, അല്ലെങ്കിൽ 4 കണ്ടിട്ടുണ്ടല്ലോ, അത് ഹാക്കിമിനോട് പറയണം എന്ന് പറയുക എന്നല്ലാതെ സ്ഥിരപ്പെടാത്ത കാലത്തോളം അത് പറയുന്ന ആളുകളെ 80 അടി അടിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞെന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നാട്ടിൽ പാടുന്ന പാട്ട് പാടരുത്. എന്നാൽ തമ്മാടിയായ ഒരാൾ തെളിയിക്കപ്പെട്ടാൽ അയാൾ തമ്മാടിയാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ എന്ത് വേണം? ശർഈയായ മാനദണ്ഡങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കണം. സൂറത്തുൽ ഹുജറാത്തിന്റെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഏതോ തമ്മാടികൾ പറഞ്ഞുണ്ടാക്കണ നിങ്ങൾ ഏറ്റു പറയാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബൈൻ ഫതബയ്യനു. ഫാസിഖ് എന്ന പരിധിയിൽ ഇന്നത്തെ എല്ലാ പത്രക്കാരും വരും, എല്ലാ ചാനലുകാരും വരും. ഇവരൊക്കെ ഫാസിഖാണ്. ഇവരൊക്കെ ഫാസിഖീങ്ങൾ തന്നെയാണ്. ഇവരൊക്കെ ഫാസിഖാൻ. ശർഈയായ മാനദണ്ഡം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇവരൊക്കെ ഫാസിഖിന്റെ പരിധിയിൽ വരുന്ന ആളുകൾ തന്നെയാണ്. അത്തരം ആളുകൾ പലരും, എല്ലാരെയും ഞാൻ പറയുന്നില്ല, പലരും ഇതൊക്കെ അടിച്ചുവിടുന്ന ആളുകൾ. ഇത് അടിച്ചുവിടുകയല്ലല്ലോ വേണ്ടത്, ഹാക്കിമിനെ സമീപിക്കുകയല്ലേ. അതുകൊണ്ട് വിശ്വാസികളെ വളരെ ആലോചിക്കണം. വ്യഭിചാരം വളരെ നാശമാണെങ്കിൽ വ്യഭിചാരത്തെ പോലെ വളരെ നാശമാണ് വ്യഭിചാര ആരോപണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഹബീബായ റസൂലുള്ളാഹി عن ابي هريره رضي الله عنه لا يزني الزاني حين يزني وهو مؤمن. വ്യഭിചരിക്കുന്നവന് വ്യഭിചരിക്കുന്ന നേരത്തെ ഈമാൻ ഉണ്ടാവുകയില്ല. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വ്യഭിചരിക്കുന്നവന് വ്യഭിചരിക്കുന്ന നേരത്തെ ഈമാനില്ല, ഈമാനേ ഇല്ല. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് ഇമാം ത്വബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ സന, ഒരാൾ വ്യഭിചരിച്ചാൽ ഖറജ മിൻഹുൽ ഈമാൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, കഅന്ന അലൈഹി കല്ലുല്ല, അതൊരു കുടയെ പോലെ, ഒരു മിളല്ലത്തിനെ പോലെ, ഒരു മേഘത്തെ പോലെ, ഒരു കുടയെ പോലെ അവന്റെ മുകളിലേക്ക് കയറി നിൽക്കും ഈമാൻ. അവന്റെ തടിയിൽ നിന്ന് ഉയർന്നു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം തുബ്രാനി റിപ്പോർട്ടിലെ ഹദീസ് കാണാം. യാ ബഗായൽ അറബ്, യാ ബഗായൽ അറബ്, യാ ബഗായൽ അറബ്, അറേബ്യൻ വേശ്യകളെ, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അസ്സിന, എനിക്ക് നിങ്ങളിലാകെ പേടിയുള്ളത് വ്യഭിചാരമാണെന്ന് ഖാല റസൂലുള്ളാഹി. അതന്നെയാണ് നിങ്ങൾ നശിപ്പിക്കുക. ഇന്നും അറബികൾ നശിക്കാനുള്ള കാര്യം അത് തന്നെയാണ്. നാം പറയുന്നില്ല. നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്ഥലങ്ങൾ പോലും വ്യഭിചാരത്തിന്റെ കൂത്തരങ്ങാക്കാൻ റമളാൻ മാസത്തിൽ പോലും മടിയില്ലാത്തവരാണ് അറബികൾ. നിങ്ങൾക്കറിയാമോ, ബഹുമാനപ്പെട്ട ഊസുല്ലാഹിനെ പോലെയുള്ള മഹാന്മാരായ മുൻകാലപ്പെട്ട സ്വാലിഹീങ്ങൾ ദീൻ പഠിപ്പിച്ച മണ്ണല്ലേ ബഗ്ദാദ്. ബഗ്ദാദിന്റെ പകുതി ഭാഗവും വേശ്യാലയങ്ങളാണ്. എന്താ അവർക്ക് ഏതാ പറഞ്ഞാതിരിക്കുക? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കയിലേക്ക് ഞാൻ പറയുന്നില്ല. പുണ്യപ്പെട്ട പല സ്ഥലങ്ങളും, സൗദിയിലുള്ള പുണ്യപ്പെട്ട പല സ്ഥലങ്ങളും വ്യഭിചാര
വ്യഭിചാരത്തിലേക്ക്, ഗോപ്യമായ വ്യഭിചാരങ്ങൾ ആരും അറിയില്ല, എന്നാൽ എല്ലാവരും അറിയും. തമ്മാടിത്തരത്തിന്റെ വേദിയായാൽ പിന്നെ അല്ലാഹു കാത്തു നിൽക്കുകയില്ല. ഇദാ ളഹറ ഫീ ഖൗമിൻ അസ്നാ വൽറിബാ അഹല്ലല്ലാഹു ബിഅൻഫുസിഹിം അദാബഹു. ഒരു നാട്ടിൽ വ്യഭിചാരം വ്യാപകമായാൽ പിന്നെ പരലോകത്തേക്ക് ശിക്ഷ വെക്കുകയില്ല, ഉടനെ ശിക്ഷ അവരിൽ ഇറങ്ങിയിരിക്കുമെന്ന് സ്വഹീഹ് മുസ്ലിം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കുക. വ്യഭിചാരത്തെക്കാൾ വലിയ ഒരു നാശമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിശാലമായ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്നെ രാത്രി വന്നിട്ട് രണ്ടാളുകൾ സ്വപ്നത്തിൽ കൊണ്ടുപോയി. ഞാൻ ചെന്നു. ഞങ്ങൾ ചെന്നത് ഒരു വലിയ ചൂളയെടുപ്പിലേക്കാ. ചൂളയെടുപ്പിന്റെ മുകൾ ഭാഗത്ത് ഞാൻ ഹദീസ് പറയുന്നില്ല. ഫന്തലക്കനായുള്ള അർളിൻ മുഖദ്ദസിൻ ഇലാ സുബഖിൻ സുഖബിൻ മിസ്ല തന്നൂരി അലാഹു ലൈഖുൻ വാസ്ഫലുഹു വാസിഉൻ യുതവഖദു തഹതഹു നാറ ഫൈദാ ഫീഹി ലഗത്തുൻ വാസ്വാത്തുൻ. ഒരു വലിയ ചൂളയെടുപ്പ് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ മൂന്നാൾ യാത്ര ചെയ്തു. രണ്ട് മലക്കുകൾ എന്നെ കൊണ്ടുപോയി. സുൽത്താന്റെ സ്വപ്നങ്ങൾ സത്യങ്ങളാണ്. സ്വഹീഹുൽ ബുഖാരി, ബുഖാരിയാണ് പറയുന്നത്, ഇമാം ബുഖാരിയാണ് പറയുന്നത്. ഞങ്ങൾ പോയി ഒരു പ്രദേശത്തെത്തി. അങ്ങനെ അവിടെ ഒരു വലിയ ചൂളയെടുപ്പുണ്ട്. ആ ചൂളയിൽ ഇങ്ങനെ തീ കത്തിക്കുന്നുണ്ട്. വലിയ ശബ്ദങ്ങളൊക്കെ ഞങ്ങൾ അതിൽ കേട്ടു. ഞാനതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നന്മാരായി നിന്ന് ഈ വലിയ നാശകരമായ ചൂളയിൽ വേകുന്നത് ഞാൻ കണ്ടു. ഉടനെ മുഖറബായ എന്റെ കൂടെയുള്ള മലക്കുകളോട് ചോദിച്ചു, മലക്കുകളെ ആരാണ് ഈ ആളുകൾ? മഹാന്മാരായ മലക്കുകൾ പറഞ്ഞു, വ്യഭിചരിക്കുന്ന ആണുങ്ങളും വ്യഭിചരിക്കുന്ന പെണ്ണുങ്ങളുമാണെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, നാശം വളരെ അടുത്തിട്ടുണ്ട്, നാശം വളരെ അടുത്തിട്ടുണ്ട്. അങ്ങോട്ടുള്ള പോക്കാണ് ഈ പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങോട്ടുള്ള പോക്കാണ് ഈ പോകുന്നത്. എങ്ങോട്ട്? ഇന്നു തന്നെ തടഞ്ഞിട്ടില്ല എങ്കിൽ, ഇതിന് പരിഹാരമുണ്ടായിട്ടില്ല എങ്കിൽ, അതിലേക്ക് ചേർക്കുന്ന വാതിലുകൾ നമ്മൾ അടച്ചിട്ടില്ല എങ്കിൽ, നമ്മളെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ നാശകരമായ വ്യഭിചാരത്തിന്റെ കെടുതികൾ ഉണ്ടാകും. അള്ളാഹു അതിന് വമ്പിച്ച ശിക്ഷ നൽകും. അതുകൊണ്ട് വിശ്വാസികളെ, കാത്തിരിക്കരുത്. മനുഷ്യൻ കഴുതകളെ പോലെ ഇണചേരുന്ന പ്രപഞ്ചത്തിന്റെ ഏറ്റവും പരമാവധിയുള്ള നാശത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് എന്റെ ജീവിതകാലത്ത് ഈ നാശമുണ്ടാകരുത് എന്ന ബോധത്തോടുകൂടെ ഇസ്ലാമിക സേവനം ചെയ്യാനും അതിനുവേണ്ട എല്ലാ ഉപകരണങ്ങളെയും നിയന്ത്രണം ഏർപ്പെടുത്താനും സ്വന്തം ശരീരത്തെ സൂക്ഷിക്കലാണ് ദീന്. മയ്യളുമനുലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖദൈഹി ആകിഫിലു ലഹുൽ ജന്ന. രണ്ടെല്ലില്ലാത്ത അവയവം മാന്യമായി പെരുമാറുമെന്ന് എന്നോരൊരാൾ വാക്ക് തന്നാൽ അവൻ അടിസ്ഥാന ഈമാൻ ഉണ്ടായാലും ആകിഫിലു ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗത്തിന് സ്പോൺസർ ആകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ആവശ്യമില്ലാത്ത വ്യഭിചാര ആരോപണങ്ങളും ഉണ്ടായത്തിന് അതിങ്ങനെ കേട്ടുപിടിച്ച് പറഞ്ഞ് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകളും അതേപോലെ പ്രകൃതിപരമായ വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഇതിനൊക്കെ എല്ലാവരും മാറി നിൽക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.